ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് മീറ്റ് ആനിമൽസ് ആണ് കേട്ടോ. ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് മീറ്റ് ആനിമൽസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ ചെറിയൊരു ക്ലാസ് ആണ് കേട്ടോ. അതായത് അധികമായിട്ട് നമുക്ക് ഇതിനകത്തൊന്നും പറയാനില്ല. പക്ഷേ ക്വസ്റ്റ്യൻസ് ഇതുവരെ വന്നിട്ടില്ല, മീൻസ് പ്രീ വൈക്യൂസിനും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ കഴിഞ്ഞ വർഷമൊക്കെ അത് 5 മാർക്കിനായിരുന്നു നമ്മുടെ സിലബസിനകത്ത് വെറ്ററിനറി സയൻസ് കൊടുത്തത്. ഇപ്പോൾ നമുക്കത് 20 മാർക്കായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ലൈനിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻ അവർക്ക് എടുത്താൽ 20 മാർക്ക് ആക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. പി വൈക്യൂസിലൊന്നും കാണാനില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ, ഒരു പോർഷൻ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഹാൻഡ്ലിംഗ് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. പക്ഷേ അത് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നതെന്ന് കൂടി ഞാൻ ഈ വീഡിയോക്കകത്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. മീൻസ് എങ്ങനെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നെന്ന് പറയുന്നത് നമ്മൾ ഈ ആനിമൽസിനെ എപ്പോഴും അവർ എക്സൈറ്റഡ് ആവാണ്ട് നോക്കാൻ ശ്രദ്ധിക്കണം. അതായത് നമ്മളൊരു ഫാമിൽ അതിനെ വളർത്തുകയാണ്, അതിൻ്റെ എൻവയോൺമെൻറ്റ് പെട്ടെന്ന് ചേഞ്ച് ആവുകയാണ് അല്ലേ. നമ്മളതിനെ മറ്റൊരു വെഹിക്കിളിനകത്തേക്ക് കയറ്റി ആ വെഹിക്കിളിൽ നിന്ന് അത് ട്രാവൽ ചെയ്യുകയാണ്, എന്നിട്ട് അത് വേറെ ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ്. അപ്പോൾ അതൊരിക്കലും എക്സൈറ്റ് ചെയ്യാണ്ട് വേണം നമ്മൾ ആ ആനിമൽസിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരിക്കലും അവർക്ക് എന്ത് കൊടുക്കാൻ പാടില്ല, സ്ട്രെസ്സ് കൊടുക്കാൻ പാടില്ല. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ സ്ട്രെസ് എന്ന് പറയുന്ന വേർഡ്. ഓക്കെ, ആനിമൽസിന് നമ്മൾ എപ്പോഴെങ്കിലും സ്ട്രെസ്സ് കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ അത് ആ മീറ്റിൻ്റെ ക്വാളിറ്റീനെ ബാധിക്കും. ഓക്കെ, എന്ത് സംഭവിക്കും? മീറ്റിൻ്റെ ക്വാളിറ്റീനെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആനിമൽസിനെ ലോഡ് ചെയ്യുമ്പോഴും അൺലോഡ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഡ്യൂറിങ് ട്രാൻസ്പോർട്ട് ആയാലും അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സാധിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ആനിമൽസിനൊക്കെ കാമാക്കിക്കൊണ്ട് നമ്മൾ ഒരിക്കലും അതിനെ ഉപദ്രവിക്കാനോ ഒച്ചയെടുക്കാനോ അതിനൊരു സ്ട്രെസ്സ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ തന്നെ ആയാലും പുതിയൊരു സ്ഥലത്തെത്തിയാൽ നമുക്കതൊന്ന് ആ ഒരു സ്ഥലമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം വേണ്ടിയല്ലേ. അതുപോലെ തന്നെയാണ് ഈ ആനിമൽസും. ഒരു 30 മിനിറ്റ്സ് ഒരു മിനിമം അല്ലേ, ഒരു മിനിമം ഒരു 30 മിനിറ്റ്സ് അത് എടുക്കും. പുതിയൊരു എൻവയോൺമെൻറ്റിലേക്ക് പെട്ടെന്ന് നമ്മളതിനെ ഒരു സ്ഥലത്തേക്ക് അയറ്റൊക്കെ ചെയ്യുമ്പോൾ ആ വെഹിക്കിളിനകത്ത് അത് ഒരു 30 മിനിറ്റ് എടുത്തിട്ടായിരിക്കും അതിൻ്റെ ഹാർട്ട് റേറ്റ് ഒക്കെ ഒന്ന് നോർമലായിട്ട് വരിക അല്ലേ. നമുക്ക് തന്നെ നമ്മളെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പിടിച്ചു കൊണ്ടുപോയാൽ നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വരാൻ കുറച്ച് ടൈം എടുക്കില്ലേ. അതുകൊണ്ട് തന്നെ ആനിമൽസിന് ഒരു 30 മിനിറ്റ് എടുത്തിട്ടായിരിക്കും അവരെ ഹാർട്ട് റേറ്റ് ഒക്കെ ഒന്ന് നോർമലായിട്ട് വരിക. അതുകൊണ്ട് തന്നെ നമുക്ക് ഹാൻഡ്ലിങ്ങിന് തന്നെ എളുപ്പം എന്ന് പറയുന്നത് അവരൊന്ന് കാമായതിനു ശേഷം നമ്മൾ മൂവ് ചെയ്യുന്നതായിരിക്കും നമുക്കും ഏറ്റവും എളുപ്പത്തിൽ വരുന്നത്. സോ എപ്പോഴും ആരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? ഹാൻഡ്ലേഴ്സാണ്. ഹാൻഡ്ലേഴ്സ് എന്ത് ചെയ്യണം? വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം ഈ ആനിമൽസിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആനിമൽ, നമ്മളിപ്പോൾ 100ഓളം ആനിമൽസ് അല്ലെങ്കിൽ ഒരു 50ഓളം ആനിമൽസിനെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു ആനിമൽ ഒറ്റൊരു ആനിമൽ നഷ്ടപ്പെട്ടു പോയാൽ തന്നെ, അതിന് ഡെത്ത് സംഭവിച്ചാൽ തന്നെ നമുക്ക് വലിയൊരു നഷ്ടമാണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മളിതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ മാത്രമല്ല ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒറ്റ ആനിമലിനെ മാത്രം ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും കണ്ടിട്ടുണ്ടാവും അല്ലേ. അതൊക്കെ തന്നെ പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ഗ്രൂപ്പിൽ നിന്ന് അല്ലേ, അതൊരു ഗ്രൂപ്പിൽ നിന്ന് പെട്ടെന്ന് ഐസൊലേറ്റ് ചെയ്ത് പോകുന്നതിൻ്റെ ഒരു ടെൻഷനൊക്കെ അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ അത് ഭയങ്കരത്തിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ, അജിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം. അജിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ കാണുമ്പോൾ അതായത് അത്രയും പേഷ്യൻസ് ഇല്ലാത്തൊരു ഹാൻഡ്ലറാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും, നമ്മൾ അതിനെ ഉപദ്രവിക്കാനൊക്കെ ശ്രമിക്കും. അതായത് അടിക്കുകയോ വടിയെടുത്ത് അടിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ട് അടിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാൻ സാധ്യതകളുണ്ട്. പക്ഷെ അതൊന്നും ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇപ്പം നമുക്ക് ഗവൺമെൻറ് റൂളുണ്ട്, ഗവൺമെൻറ് റെഗുലേഷൻസ് ഉണ്ട്. നമ്മൾ ഒരു ആനിമൽസിനെ ഉപദ്രവിക്കാൻ പാടില്ല. അവരഥവാ എന്തെങ്കിലും ഇതുപോലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പരമാവധി എത്രയും ക്വയറ്റായിട്ട് കാമായിട്ട് അതിനെങ്ങനെയാണ് ആനിമൽസിൻ്റെ അടുത്ത് നമ്മൾ ചൂടാവാണ്ട് അല്ലേ, നമ്മളെ സ്വയം കൺട്രോൾ ചെയ്തുകൊണ്ട് വേണം നമുക്കതിനെ ശരിയാക്കാൻ. കാരണം നമ്മളൊന്ന് മനസ്സിലാക്കി നോക്കുക, അവരെങ്ങനെയായിരിക്കും പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് ഒറ്റപ്പെട്ട് പോവാണ് അല്ലേ. അപ്പോൾ അതിലിങ്ങനെ കൂട്ടത്തിൽ അതിങ്ങനെ ഒരുപാട് നേരം അത് അടങ്ങിയിരിക്കാണ്ട് എന്തൊക്കെയോ നമുക്ക് പല സൈൻസും അവർ കാണിക്കാം. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ വളരെ കാമായിട്ട് ക്വയറ്റായിട്ടിരിക്കണം അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്. മുന്നെയൊക്കെ ഒരു ഇലക്ട്രിക് പ്രോഡേഴ്സ് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ഇലക്ട്രിക് പ്രോഡേഴ്സ് എന്ന് പറയും. ഇതിന് നമ്മൾ പ്രോഡ് എന്നും കൂടി പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇലക്ട്രിക് പ്രോഡേഴ്സ് മുന്നേ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അതായത് ജസ്റ്റ് ഒരു ഇലക്ട്രിക് ഇത് കൊടുക്കുകയാണ് ചെയ്യുന്നുള്ളത്. പക്ഷെ അതൊന്നും നമ്മളിപ്പോൾ ചെയ്യാൻ പാടില്ല എന്നാണ് റൂള് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മൾ കയ്യിലുള്ള എന്തെങ്കിലും ചെറിയൊരു കാർഡ്ബോർഡോ ഒരു ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു ഫ്ലാഗോ അല്ലേ, നമ്മളെന്താ പറയുക, സ്റ്റിക്സ് വിത്ത് ഫ്ലാഗ്സ് ഒക്കെ ഉണ്ടാവാറില്ലേ, അത് അല്ലെങ്കിൽ പാനൽസ്, അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങൾ കൊണ്ട് ചെറുതായിട്ടൊന്ന് തട്ട് കൊടുക്കുന്നത് കുഴപ്പമില്ല. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഉപദ്രവിക്കുന്നത് റൂൾസിന് എഗെയിൻസ്റ്റ് ആണ്. ഓക്കെ ആണല്ലോ.
പിന്നെ എന്താണ്, നമ്മളിങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ, അതായത് ഇതൊരു ആനിമലാണെങ്കിൽ ഇത് മറ്റൊരു ആനിമലിനെ പോയി ഉപദ്രവിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ 2 ആനിമലിനെയും കൺസിഡർ ചെയ്യണം. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് ആയിരിക്കും വെഹിക്കിൾസിനകത്ത് ഉണ്ടാവുക. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ആനിമലിന് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റു ആനിമൽസിനെ കൂടി ബാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, വളരെ അധികം ശ്രദ്ധിച്ചിട്ടാണ് എല്ലാം, അല്ലേ, അവർക്ക് വേണ്ട ലൈറ്റും, അവർക്ക് വേണ്ട ഓക്സിജൻ, അവർക്ക് വേണ്ട വാട്ടർ, ഇതെല്ലാം അതിനകത്ത് അവൈലബിൾ ആയിരിക്കണം. ഇല്ലെങ്കിൽ അവർ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങും, അത് മറ്റ് ആനിമൽസിനും ബാധിക്കും. അതുപോലെ തന്നെ അവരുടെ സ്ട്രെസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മീറ്റിൻ്റെ ക്വാളിറ്റീനെ അത് ബാധിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പ്രശ്നമായിട്ട് വരുന്നുള്ളത്. ഓക്കെ ആണല്ലോ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആനിമൽസിന് പ്രോപ്പർ ടൈം കൊടുക്കുക. അവർക്ക് ആ എൻവയോൺമെൻറ്റായിട്ടൊന്ന് പൊരുത്തപ്പെടാനുള്ള ചെറിയൊരു ടൈം നമ്മളെപ്പോഴും അവർക്ക് കൊടുക്കുക. പിന്നെ ഒരുപാട് സൗണ്ട് അവർക്ക് താങ്ങാനാവില്ല. അതായത് 75 ഡെസിബിൾസ് തൊട്ട് ഒരു 100 ഡെസിബിൾസ് വരെയൊക്കെയാണ് അവർക്ക് താങ്ങാനാവുന്നുള്ള സൗണ്ട്. അവർ നമ്മളെക്കാളും വളരെ സൗണ്ട് സെൻസിറ്റീവായിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു 75 ഡെസിബിൾസ് തൊട്ട് അതുപോലെ തന്നെ 100 ഡെസിബിൾസ് വരെ ആയിരിക്കും അവർക്ക് താങ്ങാൻ പറ്റുന്നുള്ള സൗണ്ട് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സൗണ്ട് ആയിരിക്കണം അവർക്ക് എപ്പോഴും ഉണ്ടാവുക. ഈ സൗണ്ട് എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ സൗണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ പല ഇൻസ്ട്രുമെൻറ്റ്സ് റൺ ചെയ്യുന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ വെഹിക്കിൾസിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അലാറം ബെൽസ് ഒക്കെ ഉണ്ടാവില്ല, അലാം ബെൽസ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് ഒരുപാട് പട്ടികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർ കുരക്കുന്നതാവാം. അങ്ങനെ പലതരത്തിൽ സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ആനിമൽസിന് ടെൻഷൻ കൊടുക്കും. അങ്ങനെ ടെൻഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മീറ്റിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ മീറ്റിൻ്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ മീറ്റിൻ്റെ ക്വാളിറ്റിക്ക് ആവശ്യമായിട്ടുള്ള എമൗണ്ട് കിട്ടിയാൽ മാത്രമേ, അല്ലേ, മീറ്റിൻ്റെ ക്വാളിറ്റി നമുക്ക് മോശമായിട്ടുണ്ടെങ്കിൽ നമുക്കത് പുറത്തേക്ക് ഇറക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഇപ്പോൾ ഏതൊരു കർഷകനായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരാൾക്കും അത് വളരെയധികം ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു തരത്തിലുള്ള ഫോഴ്സ് നമ്മളതിന് കൊടുക്കാൻ പാടില്ല. ഓക്കെ, നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് അതിനെക്കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കാൻ പാടില്ല. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന് പറഞ്ഞു, ഹാൻഡ്ലിങ് ആൻഡ് ട്രാൻസ്പോർട്ടിൻ്റെ കേസിൽ PYQ ഒന്നും വന്നിട്ടില്ല, 5 മാർക്കാണ്. ഇതിന് മുന്നേ ഇപ്പോൾ 20 മാർക്കാണെന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രെസ്സ് കൊടുക്കരുത് ആനിമൽസിന്, അല്ലേ, അതിനെ എക്സൈറ്റഡ് ആക്കരുത്. എക്സൈറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? അത് സ്ട്രെസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീറ്റ് ക്വാളിറ്റീനെ ബാധിക്കും. മീറ്റ് ക്വാളിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നമായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നമുക്കത് കർഷകനായാലും അത് പുറത്തോട്ട് ഇറക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ കൺസ്യൂമേഴ്സ് അതിനെ കൺസ്യൂം ചെയ്താൽ നമുക്കത് പ്രശ്നം വരും. അപ്പോൾ മീറ്റ് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മീറ്റ് ക്വാളിറ്റി എപ്പോഴും നല്ലതായിരിക്കണമെങ്കിൽ നമ്മുടെ ആനിമൽ എന്ന് പറയുന്നത് സ്ട്രെസ് ഫ്രീ ആയിരിക്കണം. പിന്നെ നമ്മളൊരു ഫോഴ്സും അതിനകത്ത് കൊടുക്കാൻ പാടില്ല, അല്ലേ, ആനിമലിനെ കൊണ്ട് ഒന്നും ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കരുത്. പിന്നെ ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞത്, സൗണ്ട് അവർ ഭയങ്കര സൗണ്ട് സെൻസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ 75 to 100 ഡെസിബൽ വരെ സൗണ്ട് മാത്രമേ അവർക്ക് താങ്ങാനാവുള്ളൂ. അതിൽ കൂടുതലുള്ള സൗണ്ടൊന്നും നമുക്ക് അവർക്ക് കൊടുക്കാൻ പാടില്ല. പിന്നെ അവരെ ഉപദ്രവിക്കാൻ പാടില്ല. ഓക്കെ, ഉപദ്രവിക്കാൻ പാടില്ല മീൻസ് നമ്മളതിനെ അടിക്കാനോ, അതുപോലെ തന്നെ അത് പറഞ്ഞത് ഇപ്പോൾ ചിലപ്പോൾ അത് അനുസരിക്കണം എന്നില്ല. കാരണം അത് അവർ ഭയങ്കരമായിട്ട് ഐസൊലേറ്റ് ചെയ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ അവരുടെ എൻവയോൺമെൻറ്റ് മാറുകയാണ്, മൊത്തത്തിൽ എൻവയോൺമെൻറ്റ് ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് അവരെന്തായാലും അവർക്ക് അതുമായിട്ടൊന്ന് പൊരുത്തപ്പെടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അവരെന്തായാലും അടങ്ങിയിരിക്കാൻ ചാൻസസ് ഇല്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഹാൻഡ്ലർ എപ്പോഴും ക്വയറ്റായിട്ടും അതുപോലെ തന്നെ കാമായിട്ടൊക്കെയാണ് അവരുടെ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ഈ സ്ട്രെസ്സ് നമ്മൾ കൊടുക്കരുതെന്ന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞില്ലേ. അപ്പോൾ എന്തൊക്കെയായിരിക്കും സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഫിസിക്കൽ ട്രോമ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഫിസിക്കൽ ട്രോമ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അവർ പേടിച്ചു പോകും. അതായത് ഇപ്പോൾ നമ്മുടെ നോയ്സ്, ഹീറ്റ്, അതുപോലെ തന്നെ ഈ ഫിസിക്കൽ ട്രോമ, പിന്നെ നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്ട്രെസ്ഫുൾ ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് ആയിട്ടുള്ള നമ്മുടെ ഹീറ്റ്, അതുപോലെ തന്നെ കോൾഡ്, അവരുടെ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്താണോ അതിൽ തന്നെയാണ് നമ്മൾ അതിനെ കൊണ്ടുപോകേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ആവശ്യത്തിന് ലൈറ്റ്, പെട്ടെന്ന് ഇരുട്ടുമുറിയിലൊന്നും കൊണ്ടുപോകാൻ പാടില്ല, ആവശ്യത്തിന് ലൈറ്റ് കൊടുക്കണം. പിന്നെന്താ കൊടുക്കേണ്ടത്? വിൻഡ്, അഥവാ ശക്തിയുള്ള വിൻഡൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇതൊക്കെ അവർക്ക് സ്ട്രെസ് വരാനുള്ള സാധ്യതകളാണ് പറയുന്നത്. എന്തൊക്കെ വരാം? ഹീറ്റ് വരാം, നോയ്സ് വരാം, കോൾഡ് വരാം, അതുപോലെ തന്നെ ലൈറ്റ്, വിൻഡ്, ഹ്യൂമിഡിറ്റി, ഇതൊക്കെ അവർക്ക് സ്ട്രെസ്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ള ചില ഫാക്ടേഴ്സാണ്. പിന്നെ ഹാൻഡ്ലേഴ്സിൻ്റെ സ്വഭാവം, ഹാൻഡ്ലേഴ്സ് എങ്ങനെയാണ് അവരോട് പെരുമാറുന്നുള്ളത്, അത് വെച്ചിട്ടും അവർക്ക് എന്തുണ്ടാവാം? സ്ട്രെസ്സ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സ്ട്രെസ്സ് എങ്ങനെയെങ്കിലും അവരെന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഒരുപാട് ടെൻഷനുള്ള ഒരു ടൈമാണെങ്കിൽ നമ്മൾ ഒരുപാട് മെലിഞ്ഞു പോയി എന്ന് പറയും, അല്ലേ. നമ്മളിപ്പോൾ സാധാരണ കേൾക്കാറില്ലേ, ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ ഒരു ഫാറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ പെട്ടെന്ന് എന്ത് സംഭവിക്കും?
സംഭവിക്കും, അവർ മെലിഞ്ഞു പോകും, സ്ലിം ആയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും പറയല്ലേ, ഓ അവനെന്തോ ടെൻഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവൾക്ക് എന്തോ ടെൻഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയെന്നൊക്കെ പറയില്ലേ. അതുപോലെ തന്നെയാണ് ഈ ആനിമൽസും. അവരും ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എന്താണ്, അവർ മെലിഞ്ഞ് അങ്ങെത്തും. മെലിഞ്ഞ് അങ്ങെത്തും എന്ന് പറയുമ്പോൾ അതായത് ഈ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കുറച്ച് സമയത്തേക്ക് മാത്രമാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും സമയത്ത് തന്നെ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരുടെ മീറ്റിൻ്റെ ക്വാളിറ്റിയിൽ അവർ സ്ലിമ്മായി വരും. ഐ മീൻ ഫാറ്റൊക്കെ അവരുടെ നിന്ന് ഫാറ്റൊക്കെ കുറഞ്ഞു വരും. അപ്പോൾ അത് എന്താണ്, മിൽക്കിൻ്റെ ക്വാണ്ടിറ്റിയിൽ അവിടെ വ്യത്യാസം വരും. അതുപോലെ തന്നെ മിൽക്ക് ക്വാളിറ്റീനെ അവിടെ അഫക്റ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ. പിന്നെ ട്രാൻസ്പോർട്ട് ഓഫ് ലൈഫ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ട്രാൻസ്പോർട്ടിൽ അഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളാണ്. ഒന്ന് പറയുകയാണെങ്കിൽ സ്ട്രെസ്സ്, നമ്മൾ പറഞ്ഞു അല്ലേ, സ്ട്രെസ്സ് ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ആ മീറ്റിനെ ബാധിക്കും എന്ന് പറഞ്ഞു അല്ലേ, മീറ്റിൻ്റെ ക്വാളിറ്റീനെയും. അത് ചിലപ്പോൾ പെയിലായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള മിൽക്കായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റായിട്ട് മാറും, അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറയുക ഡാർക്കായിട്ടുള്ള മീറ്റൊക്കെ ആയിട്ട് മാറും. അതൊക്കെ മീറ്റ് ക്വാളിറ്റീനെ ബാധിക്കുന്നതാണ്. അങ്ങനത്തെ ഒക്കെ മീറ്റൊക്കെ ആൾക്കാർ വാങ്ങിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ സ്ട്രെസ് ഒരു പ്രശ്നമാണ്. ഏത് ട്രാൻസ്പോർട്ടിൻ്റെ കേസിൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞാൽ ഹാൻഡ്ലിങ്ങിൻ്റെ കേസിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് അല്ലേ, നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ, ആനിമൽസായിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ട്രാൻസ്പോർട്ടിൻ്റെ കേസിലും ഏകദേശം അതുപോലെ തന്നെയാണ് പറയാൻ പോകുന്നത്. ഇത് പറഞ്ഞാൽ ബ്രൂയിസിങ്. നെക്സ്റ്റ് ഒന്നാണ് ബ്രൂയിസിങ്. ഓക്കെ, ബ്രൂയിസിങ് ഇതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചതഞ്ഞു പോകും. അതായത് ഇപ്പോൾ നമ്മൾ ഹറി ആയിട്ട് അവരെ നമ്മൾ വണ്ടിക്കകത്തേക്ക് കയറ്റുമ്പോഴും ഇറക്കുമ്പോഴും അതുപോലെ തന്നെ വളരെ ഇടുങ്ങി, അതായത് ഇപ്പോൾ നമുക്ക് ഒരു കുഞ്ഞു വെഹിക്കിളാണെന്ന് വെച്ചോ, അതിനകത്തൊരു 50-100 ഒക്കെ ആനിമൽസിനെ കയറ്റി പോവുകയാണെങ്കിൽ അവർക്ക് ചതവും ഇഞ്ചുറീസൊക്കെ സംഭവിക്കും അല്ലേ. അപ്പോൾ അത് നമ്മുടെ മീറ്റ് ഇൻഡസ്ട്രീനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ട്രാംപ്ലിംഗ് എന്ന് വെച്ചാൽ ചവിട്ടുക, അതായത് ഇപ്പോൾ ചവിട്ടി അരക്കുക. അതായത് ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട്. ഇതുപോലെ ഇപ്പോൾ നമ്മൾ അത്രയും ടൈറ്റ് ആയിട്ടുള്ളൊരു വെഹിക്കിളിലാണ് നമ്മൾ കൊണ്ടുപോകുന്നതെങ്കിൽ ഒരു ഓർഗാൻസ് അവിടെ വീണ് പോയാൽ മറ്റു ഓർഗാൻസൊക്കെ അതിന് മേലെ കയറി അവർക്കൊന്നും അറിയില്ലല്ലോ, അവരെന്താ ചെയ്യുന്നതെന്ന് അവർക്ക് പോലും അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ വരും. അപ്പോൾ ട്രാംപ്ലിങ്, ബ്രൂയിസിങ് ഇതൊക്കെ പ്രശ്നമാണ്. പിന്നെ അതുപോലെ തന്നെ ചവിട്ടി ഇതൊക്കെയാണ്. പിന്നെ സഫക്കേഷൻ, നമുക്കറിയാമല്ലോ, ഒരുപാട് ആൾക്കാർ ഒരു റൂമിനകത്ത് ഇട്ട് പൂട്ടി വെച്ചാൽ എന്താ സംഭവിക്കുക, സഫക്കേഷൻ ഉണ്ടാവും. അതും പ്രശ്നമാണ്. പിന്നെ ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്, ഹാർട്ട് ഫെയിലിയർ എന്ന് പറയും. അതായത് നമ്മൾ ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ കേസിൽ ഒരുപാട് ഭക്ഷണം കൊടുത്തിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ കെയർ കൊടുക്കേണ്ട ആളാണ് പിഗ് എന്ന് പറയുന്നത്. അവരെ മെരിക്കാനും പണിയാണ്, അതുപോലെ തന്നെ അവരെ ഹാൻഡിൽ ചെയ്യാനും ഒക്കെ പണിയാണ്. അപ്പോൾ ഈ പിഗിൻ്റെ കേസിൽ നമ്മൾ ഒരുപാട് ഭക്ഷണം കൊടുത്തിട്ട്, അതായത് ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത് ഒരു 6-8 മണിക്കൂറൊക്കെ ആണെങ്കിൽ നമ്മൾ എല്ലാ ആനിമൽസിനും ഫുഡൊക്കെ കൊടുത്തിട്ട് ആയിരിക്കുമല്ലേ വിടുക. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിഗിന് നമ്മൾ ഓവറായിട്ട് ഫീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ട്രാൻസ്പോർട്ടിന് മുന്നേ ഓവറായിട്ട് ഫീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് സംഭവിക്കും, ഹാർട്ട് ഫെയിലിയർ സംഭവിക്കും. ആരുടെ കേസിൽ, പിഗിൻ്റെ കേസിൽ അതൊരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ പോകുന്നതിന് മുന്നേ അവർക്ക് ഫുഡൊന്നും കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഹാർട്ട് സ്ട്രോക്ക് വരാറുണ്ട്, അതും ഈ പിഗിൻ്റെ കേസിലാണ്. അതായത് എന്തെങ്കിലും ഇപ്പോൾ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്ന ഒരു ആനിമലാണ് നമ്മുടെ ഇപ്പോൾ പറഞ്ഞ പിഗ് എന്ന് പറയുന്നത്. പിന്നെ ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്ത് എന്ത് വരാം, സൺബേൺ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലേ, പിന്നെ പോയ്സണിങ് വരാനുള്ള സാധ്യതയുണ്ട് ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്ത്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രിഡേഷൻ പ്രിഡേഷൻ ടൈം എന്ന് പറഞ്ഞാൽ, അതായത് ചില ആനിമൽസിന് എന്തുണ്ടാവും, കൊമ്പുള്ള ആനിമൽസ് ഉണ്ടാവും. നമ്മുടെ പിഗല്ല, നമ്മുടെ കൗവിന് അതുപോലെ തന്നെ നമ്മുടെ ഷീപ്പിനും ഗോട്ടിനൊക്കെ എന്തുണ്ട്, ചിലതിന് കൊമ്പുള്ളതുണ്ട്. അപ്പോൾ അങ്ങനെ കൊമ്പുള്ള ആനിമൽസ് കൊമ്പില്ലാത്തത് അല്ലേ, ഹോണുള്ള ആനിമൽസ് ഹോണില്ലാത്തതിനെ പോയി ഉപദ്രവിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എന്താണ് ശ്രദ്ധിക്കാനുള്ളത്, ഡീഹൈഡ്രേഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്ത് നമ്മൾ ആവശ്യത്തിന് വെള്ളമൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എക്സോഷൻ വരാനുള്ള സാധ്യത, അതായത് ചിലപ്പം നല്ലോണം ടയേർഡായി പോകുന്ന ചില ആനിമൽസ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ചിലത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആനിമൽസ് ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഇവിടെയും തട്ടിയും മുട്ടിയും അതുപോലെ തന്നെ കൊമ്പുള്ളതുണ്ട് അല്ലേ, അതുപോലെ തന്നെ കാലിനടിയിൽ പെട്ടു പോകുന്നവരുണ്ട്. അവരൊക്കെ ആയിട്ട് ഇഞ്ചുറീസും അതുപോലെ തന്നെ ഫൈറ്റിങ്ങും ഒക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്ത് നടക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഹാൻഡ്ലിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്ത് ഒന്ന് പറഞ്ഞു സ്ട്രെസ്സ്, അത് നമ്മുടെ മീറ്റ് ക്വാളിറ്റിനെ നല്ല വൃത്തിയിൽ ബാധിക്കും. അത് നമ്മൾ ഹാൻഡ്ലിങ്ങിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും, അവരെ നമ്മൾ സ്ട്രെസ്ഫുൾ ആക്കാൻ പാടില്ല. പിന്നെ ബ്രൂയിസിങ്, ചവിട്ടി അരക്കുക, അതുപോലെ തന്നെ ചതയുക, പിന്നെ സഫക്കേഷൻ ഉണ്ടാവുക. ആവശ്യത്തിന് ഒരു റൂമിനകത്ത് ഒരുപാട് പേര് പൂട്ടിയിട്ട് നമ്മൾ തന്നെ പറയാറില്ലേ, ഒന്നാം ജനൽ തുറന്ന് വെച്ച് നല്ല സഫക്കേഷൻ ഉണ്ടല്ലോ, ശ്വാസം കിട്ടാത്ത പോലെ ഒരു അവസ്ഥ ഉണ്ടാവും. പിന്നെ ഹാർട്ട് ഫെയിലിയർ, ഇത് മെയിനായിട്ട് പിഗിൻ്റെ കേസിൽ
കേസിലാണ്, ഓവർ ഫീഡിങ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് അത് സംഭവിക്കുക. പിന്നെ ഹാർട്ട് സ്ട്രോക്ക്, അതും പിഗിൻ്റെ കേസിലാണ് മെയിനായിട്ട്. എന്താണ്, എന്തെങ്കിലും പെട്ടെന്നൊരു എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ, കൂടുതൽ ഹീറ്റ് വന്നാൽ, കൂടുതൽ കോൾഡ് ഉണ്ടായാൽ, ഹ്യൂമിഡിറ്റി ഉണ്ടെങ്കിൽ, നോയ്സ് ഉണ്ടെങ്കിൽ, ഇതൊക്കെ പെട്ടെന്ന് ഇതിനെ എഫക്റ്റ് ചെയ്യും. നമ്മുടെ പിഗ് എന്ന് പറയുന്ന ആനിമലിനെ എഫക്റ്റ് ചെയ്യും. പിന്നെ സൺബേൺ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, പോയിസണിങ്ങിനുള്ള സാധ്യതയുണ്ട്. പിന്നെ പ്രിഡേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഹോണുള്ള ആനിമൽസ് ഹോണില്ലാത്ത ആനിമൽസിനെ പോയി ഉപദ്രവിക്കുക, അതൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഡീഹൈഡ്രേഷൻ, ആവശ്യത്തിന് വെള്ളം കൊടുത്തില്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. പിന്നെ പറഞ്ഞത് എക്സോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ പറഞ്ഞു, ഒരു നല്ലോണം ടയേർഡായി പോവുക. അതായത് നമ്മുടെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആനിമൽസ് ഉണ്ടാവാം, അതുപോലെ എന്തെങ്കിലും വീക്കായിട്ടുള്ള ആനിമൽസ് ഉണ്ടാവാം, അവർക്ക് എന്താവും, ടയേർഡ്, എക്സോസ്റ്റഡ് ആവും. പിന്നെ ഇഞ്ചുറീസ് വരാനുള്ള സാധ്യതയുണ്ട്, ഫൈറ്റിംഗ് നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയാണ് ട്രാൻസ്പോർട്ടിൻ്റെ കേസിൽ ശ്രദ്ധിക്കാനുള്ള, അതായത് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം, ഇതൊക്കെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ സാധാരണ പോലെ തോന്നും. പക്ഷേ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുമല്ലേ എന്ന് നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കുക. സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ പല ക്വസ്റ്റ്യൻസ് ഇവിടെ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ ഏത് ആനിമലാണ് ഹാർട്ട് ഫെയിലിയർ, അതൊക്കെ നിങ്ങൾ കോമൺ അല്ലേ, ഈ ക്ലാസ് വേണ്ടാന്ന് പറഞ്ഞാൽ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഓരോ പോയിൻറ്റ്സ് ഇവിടെ മിസ്സാവും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം എന്നാണ് പറയുന്നത്. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതാണ്, ലോഡിങ് അൺലോഡിങ്, അല്ലേ, ലോഡ് ചെയ്യും. അതായത് ആനിമലിനെ നമ്മുടെ വണ്ടിയിലോട്ട് ലോഡ് ചെയ്യും, അതുപോലെ തന്നെ അൺലോഡിങ് നടക്കുന്നുണ്ട്. ഈ ലോഡിങ്ങും അൺലോഡിങ്ങിന് മുന്നേ പ്രീ ലോഡിങ് വരും. എന്താണ്, ലോഡിങ്ങിന് മുന്നേ, അതായത് വാഹനത്തിലോട്ട് അതിനെ കയറ്റുന്നതിന് മുന്നെയാണ് നമ്മൾ പ്രീ ലോഡിങ് എന്ന് പറയാം. എന്താണ് പ്രീ ലോഡിങ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ലോഡിങ്ങിന് കുറച്ച് മുന്നേ ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന കുറച്ച് പ്രിക്കോഷൻസ് എടുക്കാനുണ്ട്. അതായത് നമ്മളിപ്പോൾ വാഹനത്തിൽ ഏതൊക്കെ ആനിമൽസിനെയാണോ, അതായത് ഒരു ഗ്രൂപ്പ് ഈ ഒരു റൂമിൽ നിന്ന് കുറച്ച്, ഒരു ഫാമിലിയിൽ നിന്ന് ഈ ഒരു റൂമിൽ നിന്ന് അങ്ങനെ ഫാമിലിയിൽ നിന്ന് കുറച്ച് ഒരു മിക്സ് ഓഫ് ആനിമൽസിനെ ആയിരിക്കില്ല നമ്മൾ എടുക്കുക. എല്ലാ ആനിമൽസിനും നമ്മൾ എടുക്കില്ലല്ലോ. ആ മിക്സിനെ എല്ലാം ഒരുമിച്ച് കൂട്ടി കുറച്ച് സമയം നമ്മളവിടെ നിർത്തണം. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എന്താണ്, അവർ തമ്മിൽ ഫെമിലിയർ ആവും, ആനിമൽസ് തമ്മിലൊന്ന് ഫെമിലിയർ ആവും. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ ഒറ്റപ്പെട്ടു പോയ ഒരു അവസ്ഥ വരില്ല. ഇവർക്ക് ഈ റൂമിലത്തവർ എന്താണ്, സ്ട്രേഞ്ചേഴ്സ് ആണ്. അതുപോലെ തന്നെ ഇവർക്കും എന്താണ്, സ്ട്രേഞ്ചേഴ്സ് ആണ്. നമുക്കും അങ്ങനെ തന്നെയല്ലേ, പുതിയൊരു സ്ഥലത്തെത്തി നമ്മളൊന്ന് പരിചയപ്പെടണ്ടേ. അപ്പോൾ എന്ത് ചെയ്യണം, ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഏതൊക്കെ ആനിമൽസിനാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അവരെ മിക്സ് ചെയ്തിട്ടൊന്ന് ഫെമിലിയർ ആവാൻ കുറച്ച് ടൈം കൊടുക്കണം. അത് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ്, അതുപോലെ തന്നെ വാട്ടർ കൊടുക്കണം. ആർക്കും കൊടുക്കാൻ പാടില്ല, പിഗിന് കൊടുക്കാൻ പാടില്ല കേട്ടോ. ഓവർ ഫീഡിങ് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, ഹാർട്ട് ഫെയിലിയറാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെ ആനിമൽസിന് വാട്ടറും അതുപോലെ തന്നെ ഫുഡൊക്കെ ആവശ്യമായിട്ടുണ്ടോ അതൊക്കെ നമ്മൾ കൊടുക്കണം. ആർക്കും കൊടുക്കരുത്, പിഗിന് കൊടുക്കാൻ പാടില്ല. അത് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഓവർ ഫീഡിങ് ചെയ്യാൻ പാടില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് തന്നെ ഗ്യാസ് ട്രബിൾ ഉണ്ടാവാറില്ലേ, അതായത് അസിഡിക്കിൻ്റെ ഒക്കെ പ്രശ്നം വരാറില്ലേ, അസിഡിറ്റിയൊക്കെ, അതുപോലുള്ള പ്രോബ്ലംസ് ഈ ആനിമൽസിനും വരും. അപ്പോൾ ഗ്യാസിൻ്റെ ചെറിയ പ്രശ്നം വരും, അപ്പോൾ അത് പ്രഷറൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ കുറക്കാൻ വേണ്ടി നമ്മൾ അധികം ഓവറായിട്ട് ഫീഡ് ചെയ്യാൻ പാടില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹോണുള്ള ആനിമൽസും, അതായത് കൊമ്പുള്ള ആനിമൽസിനെയും കൊമ്പില്ലാത്ത ആനിമൽസിനെയും മിക്സ് ചെയ്യാൻ പാടില്ല. അതെന്തുകൊണ്ടാണ്, അവരെപ്പോഴും അവിടെ ഇഞ്ചുറീസ് കോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ പിഗിൻ്റെ കേസിലാണ് നമുക്ക് എന്താണ്, ഹോൺ ഇല്ലാത്തത്. അതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും എന്താണ്, ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പാർട്ടീഷൻ വെക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതാണ്. ഹോണുള്ള ആനിമൽ ഹോണില്ലാത്ത തമ്മിൽ ആനിമൽ നമ്മൾ ക്യാരി ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു സെപ്പറേഷൻ വെക്കുന്നത് എന്തായാലും നല്ലതാണ്. പിന്നെ ഇഞ്ചേർഡ് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ വീക്കായിട്ടുള്ള ചില ആനിമൽസൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ നോക്കണം. അതായത് ഈ ആനിമലിനെ ട്രാൻസ്പോർട്ട് ചെയ്താൽ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യണം, പറ്റുമോ. പ്രഗ്നൻ്റ് ഒക്കെ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഒരുപാട് മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ആനിമൽസിനൊക്കെ നമ്മൾ പരമാവധി നോട്ട് ട്രാൻസ്പോർട്ടഡ്, അവരെ ട്രാൻസ്പോർട്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, അല്ലേ. ഈ ഇഞ്ചേർഡ് ആയിട്ടുള്ള ഒരുപാട് നേരം നിൽക്കാൻ പറ്റാത്ത ആനിമൽസൊക്കെ ഉണ്ടാവും. അപ്പോൾ വെഹിക്കിളിനകത്ത് അവർക്ക് ഒരുപാട് നേരം നിൽക്കേണ്ടിയൊക്കെ വരും, അല്ലെ, സ്റ്റാൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവരെ ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ആനിമൽസിന് കയറി പോകാൻ വേണ്ടിയിട്ട് ഒരു റാമ്പ് വേണം. അതുപോലെ തന്നെ ഇറങ്ങി വരാനും ആ റാമ്പ് നമുക്ക് യൂസ് ചെയ്യാം. ഈ റാമ്പ് എന്ന് പറയുന്നത് പോർട്ടബിൾ ആയിട്ടുള്ള ഒരു റാമ്പ് ആയിരിക്കണം. പോർട്ടബിൾ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ വെഹിക്കിൾ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ബ്രേക്ക് ഡൗൺ ആവുമ്പോഴായി നമ്മുടെ വെഹിക്കിൾ ബ്രേക്ക് ഡൗൺ ആവുകയാണ്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ആനിമൽസിനെ അതിനകത്ത് തന്നെ കെട്ടി നിർത്താണ്ട് അവരൊന്ന് പുറത്തിറക്കാനുള്ള സൗകര്യം നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യണം, അതിനെ ഒന്ന് ഇറക്കാൻ വേണ്ടി നമ്മൾ ഈ റാമ്പ് അവിടെ യൂസ് ചെയ്യണം. അപ്പോൾ എപ്പോഴും ഒരു പോർട്ടബിൾ ആയിട്ടുള്ള റാമ്പ് ആ വെഹിക്കിളിനുള്ളത് ഏറ്റവും നല്ലതാണ്.
അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ഇത് ലോഡിങ്ങിന് മുന്നേ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രിക്കോഷൻസ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അതിനകത്ത് ആദ്യം എന്താ പറഞ്ഞത്, നമ്മൾ ഏതൊക്കെ ആനിമൽസിനെയാണോ എടുക്കുന്നത് അവരെ തമ്മിൽ മിക്സ് ചെയ്തിട്ട് കുറച്ച് നമ്മൾ അവർക്ക് ഫെമിലിയർ ആവാനുള്ള ടൈം കൊടുക്കുക. അവർക്കൊന്ന് സെറ്റ് ആവാൻ വേണ്ടി 30 മിനിറ്റ് എടുക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഫുഡും വെള്ളമൊക്കെ വേണ്ടവർക്ക് കൊടുക്കുക. പിന്നെ നമ്മുടെ പിഗിന് ഒരു കാരണവശാലും അത് കൊടുക്കരുത്. അങ്ങനെ പ്രശ്നമുള്ള ആനിമൽസിന് കൊടുക്കരുത്. പിന്നെ ഓവർ ഫീഡിങ് ചെയ്യരുത്, കാരണം ഗ്യാസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരും. പിന്നെ ഹോണുള്ള ആനിമലും ഹോൺ ഇല്ലാത്ത ആനിമലും നമ്മൾ ഒരിക്കലും മിക്സ് ചെയ്ത് വെക്കരുത്. പറ്റുമെങ്കിൽ ഒരു പാർട്ടീഷൻ അവർക്ക് അവിടെ കൊടുക്കുക. പിന്നെ ഇഞ്ചേർഡ് ആയിട്ടുള്ളത്, പ്രഗ്നൻ്റ് ആയിട്ടുള്ളത്, ഒരുപാട് നേരം നിൽക്കാൻ പറ്റാത്ത കുറച്ച് ആനിമൽസ് ഒക്കെ ഉണ്ടാവും. അവരൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാത്തതാണ് ഏറ്റവും നല്ലത്. പിന്നെ പറഞ്ഞ എന്താണ്, റാമ്പ്, ഈ നമ്മുടെ വെഹിക്കിളിനകത്തേക്ക് കയറാനും അതുപോലെ തന്നെ വെഹിക്കിളിൽ നിന്ന് ഇറങ്ങാനൊക്കെ യൂസ് ചെയ്യുന്ന ആ റാമ്പ് പോർട്ടബിൾ ആയിട്ടുള്ള റാമ്പ് ആണെങ്കിൽ നമ്മുടെ വെഹിക്കിൾ പോർട്ടബിൾ റാമ്പ് അതിനകത്ത് വേണം എന്നാണ് പറയുന്നത്. അതാകുമ്പോൾ നമ്മുടെ വെഹിക്കിൾ അപ്രതീക്ഷിതമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ട്, ഇപ്പോൾ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടാകുന്നില്ല, അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ഒരുപാട് നേരം നമുക്ക് നമ്മുടെ വെഹിക്കിളിന് അവിടെ നിർത്തേണ്ടിയൊക്കെ വന്നാൽ, ട്രാഫിക് ബ്ലോക്കിൻ്റെ സമയത്തൊന്നും നമ്മുടെ ആനിമൽസിനെ പുറത്തിറക്കാൻ പറ്റില്ല. ബ്രേക്ക് ഡൗണിൻ്റെ ടൈമൊക്കെ ആണെങ്കിൽ നമുക്ക് പറ്റുവാണെങ്കിൽ ആ ആനിമൽസിനെ അതിനകത്ത് പിടിച്ച് ഇടുന്നതിന് പകരം കുറച്ച് നേരം പുറത്തിറക്കാനൊക്കെ ആവശ്യം വേണ്ടി വന്നാൽ, അല്ലെങ്കിൽ വെഹിക്കിൾ മാറ്റേണ്ടി വന്നാൽ അവിടെ ഒരു റാമ്പ് ഉണ്ടാവുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത്രയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി പ്രിപ്പയറിങ് ഫോർ സ്ലോട്ടർ. ഇനി നമ്മളെന്താണ്, ലോഡിങ് പറഞ്ഞു. ലോഡിങ്ങിൻ്റെ സമയത്തും എന്താണ്, ലോഡിങ്ങിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി എന്താണ്, നമ്മൾ ഈ സ്ലോട്ടറിങ്ങിന് വേണ്ടി എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ, അതായത് എപ്പോഴും നമ്മുടെ ആനിമൽ എന്തായിരിക്കണം, ഹെൽത്തി ആയിരിക്കുന്ന ഒരു ആനിമലായിരിക്കണം. എന്തായിരിക്കണം, ഹെൽത്തി ആയിരിക്കുന്ന ഒരു ആനിമലായിരിക്കും ഏറ്റവും ആവശ്യമായിട്ട് നമുക്ക് വരുന്നത്. അവർക്ക് പ്രോപ്പർ റെസ്റ്റ് കൊടുക്കണം അല്ലെ. നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ശേഷം നമ്മൾ പറഞ്ഞു റിസപ്ഷൻ ഏരിയയിൽ പോയിട്ട് അത് എങ്ങോട്ടേക്കാണ് പോവുക, ലായറേജിലേക്കാണ് പോവുക. ലായറേജ് ഓർമ്മയുണ്ടല്ലോ, റെസ്റ്റ് ചെയ്യുന്ന സ്ഥലം, ഹോൾഡിംഗ് പെൻ എന്ന് പറയും. ആ ലായറേജിൽ പോയിട്ട് അവർക്ക് ആവശ്യത്തിനുള്ള റെസ്റ്റ് കൊടുത്തിട്ട്, അതായത് ഒരു ഓവർനൈറ്റ്, ആവശ്യത്തിന് പ്രിഫറബിളി ഓവർനൈറ്റ് ആണ് കേട്ടോ, ഓവർനൈറ്റ് റെസ്റ്റൊക്കെ കൊടുത്തിട്ട് എന്താ നമ്മൾ എന്നിട്ട് വേണം നമ്മളതിനെ സ്ലോട്ടർ ചെയ്യാൻ. നമ്മൾ എന്തായാലും അതിനെ കൊല്ലാൻ പോവാണ്, പക്ഷെ അതിന് മുന്നേ കുറച്ച് എന്താണ് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മളതിനകത്ത് സ്ലോട്ടർ ചെയ്യാൻ. പിന്നെ ഇവിടെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിവിടെ പറഞ്ഞില്ലേ നമ്മുടെ ആനിമൽസിനെ റെസ്റ്റ് ചെയ്യാൻ വിടുന്നു, ഇവിടെയും ചില എക്സെപ്ഷൻ ഉണ്ട്. നമ്മുടെ പിഗും അതുപോലെ തന്നെ പോൾട്രി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കോഴി പോലുള്ള അല്ലേ പോൾട്രി. അപ്പോൾ ഇതിന് രണ്ടിനും നമ്മൾ അധികം റെസ്റ്റ് കൊടുക്കില്ല, കാരണം അവിടെ റെസ്റ്റിൽ വെച്ചാലും അവർക്ക് സ്ട്രെസ്സ് കൂടും. അതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ പറ്റുമെങ്കിൽ അപ്പം തന്നെ സ്ലോട്ടർ ചെയ്യാനാണ് സാധ്യത. പക്ഷേ എന്താണ്, ചില കേസസിൽ, അതായത് ഇപ്പോൾ രാത്രിയിലൊക്കെയാണ് എത്തുന്നതെങ്കിൽ രാവിലെ ആയിരിക്കും, അല്ലാണ്ട് ഇപ്പോൾ ടൈം ഉണ്ടെങ്കിൽ അവരപ്പം തന്നെ സ്ലോട്ടർ ചെയ്യാനാണ് സാധ്യത. ഇവർക്ക് അധികം റെസ്റ്റ് കൊടുത്താലും പ്രശ്നം തന്നെയാണ്. പിന്നെ നമ്മൾ എന്താണ്, ഈ ഓവർനൈറ്റ് റെസ്റ്റിൻ്റെ സമയത്തൊക്കെ അവർക്ക് വാട്ടറും ഫുഡൊക്കെ ആവശ്യമാണെങ്കിൽ നമ്മളത് കൊടുക്കണം. ഓക്കെ ആണല്ലോ. പിന്നെ എന്താണ് പറയുന്നത്, ഈ റെസ്റ്റിൻ്റെ സമയത്ത് നമ്മുടെ സിക്കായിട്ടുള്ള ആനിമൽസ് ഉണ്ടല്ലോ, അവരെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഐസൊലേറ്റ് ചെയ്ത് ക്വാറൻറ്റൈൻ പോലെ അവർ നമ്മൾ വേറെ തന്നെ നിൽക്കണം. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങളല്ലേ പറഞ്ഞത്. എന്താ പറഞ്ഞാൽ, ഓവർനൈറ്റ് റെസ്റ്റിൻ്റെ സമയത്ത് സിക്കായിട്ടുള്ളവർ നമ്മൾ മാറ്റി നിർത്തും. ഇങ്ങനെ മാറ്റി നിർത്തിയിട്ട് സിക്കായിട്ടുള്ളവരല്ല, ഹെൽത്തി ആയിട്ടുള്ളവരെ മാറ്റി നിർത്തിയിട്ട് പിന്നെ ഇവരെങ്ങോട്ടാണ് പോവുക, സ്റ്റണ്ണിങ് ഏരിയയിലോട്ട് പോകും. സ്റ്റണ്ണിങ് എന്ന് വെച്ചാൽ എന്താണ്, അവരെ അൺകോൺഷ്യസ് ആക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവരെ നമ്മൾ അൺകോൺഷ്യസ് ഒക്കെ ആയിട്ട് ആണ് ഇതാക്കുക. ഈ സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളതിനെ ബീറ്റ് ചെയ്യാനോ നമ്മളതിനെ ഒരു തരത്തിലുള്ള ഉപദ്രവമോ നമ്മളതിനെ ചെയ്യാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് ഏത് ഹാൻഡ്ലിങ്ങും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടിൻ്റെ കേസിൽ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ എന്താണ്, പിഗിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ, ആനിമൽസിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് നേരം ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 24 hours റെസ്റ്റ് കൊടുക്കണം കേട്ടോ. 24 hours നമ്മൾ റെസ്റ്റ് കൊടുക്കണം. ഓക്കെ, പിഗിൻ്റെ അല്ല ആനിമൽസിൻ്റെ ഒക്കെ കേസിൽ 24 hours റെസ്റ്റ് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് മാക്സിമം. പക്ഷേ പിഗിൻ്റെയും പോൾട്രീൻ്റെയും കേസിൽ നമ്മളെന്താ പറഞ്ഞത്, അത്രയൊന്നും നമുക്ക് റെസ്റ്റ് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്, അവരുടെ സ്ട്രെസ് അവിടെ കൂടും. അപ്പോൾ സ്ലോട്ടറിങ്ങിന് നമ്മളെന്താ പറഞ്ഞത്, ഹെൽത്തി ആയിരിക്കണം, അതുപോലെ തന്നെ അവർക്ക് ആവശ്യത്തിന് റെസ്റ്റ് കൊടുക്കണം. റെസ്റ്റിന് പോകുന്നത് എങ്ങോട്ടാണ്, വെഹിക്കിളിൽ നിന്ന് നേരെ റിസപ്ഷൻ ഏരിയ, എന്നിട്ട് ലൈറേജിലോട്ട് പോകുന്നു, എന്നിട്ട് ഓവർനൈറ്റ് റെസ്റ്റ് കൊടുത്തതിന് ശേഷമാണ് നമ്മളത് ചെയ്യുന്നത്. പിഗിനും പോൾട്രിക്കും നമ്മൾ അത്ര റെസ്റ്റ് കൊടുക്കില്ല. വീക്കായിട്ടുള്ള ആനിമൽസിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യും. മറ്റേ നമ്മുടെ ഓവർനൈറ്റ് ഹെൽത്തി ആയിട്ടുള്ള ഓവർനൈറ്റ് റെസ്റ്റൊക്കെ എടുത്തതിന് നമ്മൾ നേരെ സ്റ്റണ്ണിങ് ഏരിയയിൽ കൊണ്ടുപോകും. പിന്നെ ഈ ഒരു പ്രോസസ്സിൽ നമ്മളതിനെ വെയിറ്റ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും പാടില്ല. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്, പ്രിക്കോഷൻസ് പ്രീ ലോഡിങ്ങിൻ്റെ ടൈമിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ നമ്മുടെ സ്ലോട്ടറിങ്ങിന് മുന്നേ ആയിട്ട് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. ഇനി ലോഡിങ്ങിൻ്റെയും അൺലോഡിങ്ങിൻ്റെയും ടൈമിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ടുള്ളത് എന്താണ്, ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള, നമുക്ക് സ്ട്രെസ്ഫുൾ കേട്ടോ, ആനിമൽസിനല്ല, ആനിമൽസിനുമാണ്. ഓക്കെ, ആനിമൽസിനുമാണ് നമുക്ക് ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു പോർഷനാണ് എന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിനകത്ത് കയറ്റുന്നതും അതുപോലെ തന്നെ ഇറക്കുന്നതും അല്ല, ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ആയിരിക്കും നമ്മുടെ ആനിമൽസിനും അതെ, നമ്മുടെ ഹാൻഡ്ലേഴ്സിനും അത് ബുദ്ധിമുട്ടാണ് അല്ലേ. നമ്മളൊന്ന് ഓർത്ത് നോക്കി, ഇത്രയും ആനിമൽസിന് നമുക്ക് ഒരു ബുദ്ധിമുട്ടും വരാണ്ട് അതിനകത്ത് കയറ്റണം അതുപോലെ തന്നെ ഇറക്കണം എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്.
പിന്നെ എന്താണ് ഫസ്റ്റ് ഫ്യൂ അവേഴ്സിൽ മാത്രമേ നമ്മുടെ ഈ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുള്ളൂ ആനിമൽസിന്. പിന്നെ അവരതെന്താണ് ആ ഒരു ഏരിയ ആയിട്ടും അതുപോലെ തന്നെ ആ ഒരു ഇതുമായിട്ട് അവരെന്താണ് ഹാബിച്വേറ്റഡ് ആവും, അല്ലെങ്കിൽ അക്ലമറ്റൈസ്, അവർ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യുക, ഈ ലോഡ് ചെയ്യുന്ന സമയത്ത് എല്ലാ ആനിമൽസും ഒരുപോലെ ആയിരിക്കില്ല. ചില ആനിമൽസ് നമ്മൾ പറയുന്ന പോലെ ശ്രദ്ധിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ക്യൂ പോലെയല്ല നമ്മൾ ആനിമൽസിനെ കയറ്റുക, ഒരു കൂട്ടത്തോടെ കയറ്റില്ലല്ലോ. അപ്പോൾ ആദ്യം ഏറ്റവും കൂടുതൽ അനുസരണയുള്ള ആനിമലിനെ നമ്മൾ ഫ്രണ്ടിൽ വിട്ടാൽ എന്താണ് അതിൻ്റെ പിറകെ ബാക്കിയുള്ളതൊക്കെ പോയിക്കോളും. അപ്പോൾ എപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് വരുന്നുള്ളത്. പിന്നെ ഇവിടെ നമ്മുടെ ബിഹേവിയർ, ഹാൻഡ്ലറിൻ്റെ ബിഹേവിയർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മളതിനോട് മോശമായിട്ട് സംസാരിക്കുകയോ കാര്യങ്ങളോ ചെയ്യാമെന്നുണ്ടെങ്കിൽ, അതായത് ഒച്ചയെടുക്കാൻ മറ്റോ ചെയ്യുകയാണെങ്കിൽ അവർ പെട്ടെന്ന് പേടിച്ചു പോകും. പിന്നെ അവർ നമ്മൾ പറയുന്ന പോലെയൊന്നും കേൾക്കാൻ സാധ്യതയില്ല. ഓക്കെ ആണല്ലോ. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആരെയാണ്? പിഗ്സിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇങ്ങനെ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് പിഗ്സിനെ നമുക്കറിയാമല്ലോ, അവരെപ്പോഴും ഫൈറ്റ് ചെയ്യുന്നൊക്കെ കൂട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് വാട്ടർ സ്പ്രേ ആവശ്യമാണെങ്കിൽ വെഹിക്കിളിന് അകത്ത് അതുകൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കുക. പിന്നെ ഇവിടെ ഒരു എന്താണ് EU ട്രാൻസ്പോർട്ട് ലെജിസ്ലേഷൻ നിങ്ങൾ ഓർത്ത് വെച്ചോ കേട്ടോ. EU ട്രാൻസ്പോർട്ട് ലെജിസ്ലേഷൻ എന്ന് പറയും. EU ട്രാൻസ്പോർട്ട് ലെജിസ്ലേഷൻ. ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു എന്താണ് പറയുക, ഏതെങ്കിലും ഒരു ലൈഫ് സ്റ്റോക്കിനെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഈ ഒരു റെഗുലേഷൻ ആക്ട് വെച്ചിട്ടാണ് നമ്മളത് ഫോളോ ചെയ്യുക. ഇത് റെഗുലേഷൻ 1 ആണ്, 2005 ഇറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ 2005 ആണ്, ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അതായത് EU ട്രാൻസ്പോർട്ട് ലെജിസ്ലേഷൻ എന്ന് പറയും. ഈ ഒരു റെഗുലേഷൻ പ്രകാരമാണ്, ഇതിൻ്റെ റിക്വയർമെൻറ്റ്സിൽ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ആ റിക്വയർമെൻറ്റ്സ് പ്രകാരമാണ്, ആ റെഗുലേഷൻ പ്രകാരമാണ് ഏതൊരു ലൈഫ് സ്റ്റോക്ക് ട്രാൻസ്പോർട്ടറും അതിനെ എന്താണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുള്ളത്. അതായത് ആവശ്യത്തിന് വെള്ളവും കാര്യങ്ങളും, അതിന് ലൈറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ ഹ്യൂമിഡിറ്റി എല്ലാം നമ്മൾ നോക്കണം. പിന്നെ ഒരുപാട് നേരം അതിനെ നിർത്തി വെക്കാൻ പാടില്ല. പോർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് നേരത്തെ പറഞ്ഞില്ല, അത്രയും കാര്യങ്ങളൊക്കെ ഇത് എന്തൊക്കെയാണ് പറഞ്ഞത് അതിനനുസരിച്ചിട്ടാണ് നമ്മളത് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. പിന്നെ ഇവിടെ നമ്മൾ ആനിമൽസിനെ ഹാൻഡിൽ ചെയ്യുന്നുള്ള ഒരാളുണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഹാൻഡിലർ എപ്പോഴും നല്ല പ്രോപ്പറായിട്ട് ബിഹേവിയർ എന്നൊക്കെ പറഞ്ഞില്ലേ, ആ ഹാൻഡിൽ ചെയ്യുന്ന ആളെന്ന് പറയുന്നത് എപ്പോഴും നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. ഇങ്ങനെ ഒരാളെടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഈ മൃഗങ്ങൾ പറയുന്നതൊന്നും കേൾക്കാണ്ട് വരുമ്പോൾ നല്ല ദേഷ്യം വരും അല്ലേ. അപ്പോൾ അവരെപ്പോഴും എന്താണ് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ആളായിരിക്കണം. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്കൊരു തരത്തിൽ പേടി ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഈ ആനിമൽസുമായിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ, അവരോട് സംസാരിക്കുമ്പോൾ, അതായത് ഇയാൾക്കൊരിക്കലും ഒരു പേടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സഫറിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാളായിരിക്കണം, ഈ ട്രെയിൻഡ് ആയിട്ടുള്ള ആളായിരിക്കണം ഈ പറഞ്ഞിരിക്കുന്ന ഹാൻഡ്ലിങ്ങിന് വേണ്ടി ചെയ്യേണ്ടി വരുന്നുള്ളത്. ഓക്കെ. പിന്നെ എന്താണ് നമ്മളെപ്പോഴും ചെക്ക് ചെയ്തിട്ടാണ് ഓരോ ആനിമൽസിനെ ലോഡ് ചെയ്യുക. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞില്ലേ, പ്രഗ്നൻ്റ് ആയിട്ടുള്ളതിനൊന്നും നമ്മൾ ലോഡ് ചെയ്യാൻ പറ്റില്ല, ലോഡ് നമ്മൾ ചെയ്യില്ല. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്ത് യൂസ് ചെയ്യുന്നുള്ള വെഹിക്കിളാണ് ഇത്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. EU ട്രാൻസ്പോർട്ട് ലെജിസ്ലേഷൻ റെഗുലേഷൻ 2005 എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. 2005 എന്ന് ഓർത്ത് വെക്കുക. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ആൾക്കാർ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, റെഫർ ചെയ്യാം. അപ്പോൾ ഈ ലോഡിങ്ങിൻ്റെയും അൺലോഡിങ്ങിൻ്റെയും കാര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് എന്താണ്, ഇവിടെ ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഏത് പാർട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ലോഡിങ്ങും അൺലോഡിങ്ങും ആണ് വരുന്നുള്ളത്. പിന്നെ ട്രാൻസ്പോർട്ടിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വെഹിക്കിൾ അത് അതിനു വേണ്ടി ഡിസൈൻ ചെയ്തൊരു വെഹിക്കിളായിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു ഹോൺ ഉള്ളതും നോ ഹോൺ ഉള്ളതും നമ്മൾ സെപ്പറേഷൻ വേണം. അപ്പോൾ അതിനൊക്കെ അത്തരം തരത്തിലുള്ള ഒരു സെപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉള്ള പരമാവധി ഇഞ്ചുറീസ് അവോയ്ഡ് പാകത്തിലുള്ള ഒരു വെഹിക്കിളായിരിക്കണം ഇവിടെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. പിന്നെ ക്ലീൻഡ് ആയിരിക്കണം, അതുപോലെ തന്നെ ഡിസിൻഫെക്റ്റ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ഇവിടെ അഡീക്വേറ്റ് ലൈറ്റിംഗ് നമുക്ക് ആവശ്യമാണ് ട്രാൻസ്പോർട്ടിൻ്റെ സമയത്ത്. ലൈറ്റ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ അത് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ വരുമ്പോൾ നമ്മൾ കുഴഞ്ഞു പോകും, അതുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ലൈറ്റിനിങ് നമുക്ക് ആവശ്യമാണ്. പിന്നെ ആൻറ്റി സ്ലിപ്പായിട്ടുള്ള ഫ്ലോർസാണ്. ഞാൻ പറഞ്ഞു ഇതുപോലുള്ള ഓരോ പോയിൻ്റ് ആയിരിക്കും നമുക്ക് വീണ് കിട്ടുക ചില സ്ഥലത്ത്. ആൻറ്റി സ്ലിപ്പായിട്ടുള്ള ഫ്ലോർസാണ്, അല്ലെങ്കിൽ നമുക്ക് വുഡൻ, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ആനിമൽസിനൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, 1-2 ആനിമൽസിനൊക്കെ. അപ്പോൾ വുഡൻ ആയിട്ടുള്ളതാണ് അവർ യൂസ് ചെയ്യുക. കാരണം ആൻറ്റി സ്ലിപ്പായിട്ടാണെങ്കിൽ ഒരു ആനിമൽ വീഴുന്നു, അതിൻ്റെ പിറകിൽ എല്ലാവരും വീഴാൻ തുടങ്ങും. അപ്പോൾ ഇത്രയാണ് ട്രാൻസ്പോർട്ടിൻ്റെ കാര്യത്തിൽ നമ്മൾ ആ വെഹിക്കിളിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഇനി അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ടതാണ് ഇതിനുള്ള ഫുഡും വാട്ടറും.
ഇതാണ് ഫുഡും വാട്ടറും. അല്ല, ട്രാൻസ്പോർട്ടേഷൻ സമയത്ത് ഡീഹൈഡ്രേഷനൊക്കെ വരുന്നത് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ അവർക്ക് എന്താണ് ഒരു സ്യൂട്ടബിൾ ഇൻ്റർവെൽസിൽ, ഒരു റെഗുലർ ഇൻ്റർവെൽ വെച്ചിട്ട് നമ്മുടെ ആനിമൽസിന് എന്താണ് നല്ല ക്വാളിറ്റിയിലും നല്ല ക്വാണ്ടിറ്റിയിലും ആനിമൽ സ്പീഷീസിനെ നോക്കിയിട്ട്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു പിഗിൻ്റെ കേസിലും നമ്മൾ വാട്ടർ കൊടുക്കാൻ ഫുഡ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഏത് സ്പീഷീസ് ആണെന്ന് നോക്കിയിട്ട് അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ എന്താണ് ആവശ്യത്തിന് ഭക്ഷണവും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. ഓക്കെ. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടല്ലോ, ഒരിക്കലും 8 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ ആനിമൽസിനെ എന്ത് ചെയ്യാൻ പാടില്ല, ട്രാൻസ്പോർട്ട് ചെയ്യാൻ പാടില്ല. അഥവാ നമുക്ക് 8 മണിക്കൂറിൽ കൂടുതൽ ട്രാൻസ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ സ്പെഷ്യലായിട്ടുള്ള ഒരു വെഹിക്കിൾ, സ്പെഷ്യൽ റിക്വയർമെൻറ്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ള ഒരു വെഹിക്കിൾസിലായിരിക്കണം നമ്മളതിനെ ക്യാരി ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ എന്താണ് പിഗ്സിനെ ആണെങ്കിൽ പിഗ്സ് മേ ബി ട്രാൻസ്പോർട്ടഡ് ഫോർ എ മാക്സിമം പീരീഡ് ഓഫ് 24 hours. 24 hours മാക്സിമം നമുക്ക് 24 hours പിഗ്സിനെ ക്യാരി ചെയ്യാം. പക്ഷേ അഡിക്വേറ്റ് ഇൻ്റർവെൽസിൽ എന്ത് കൊടുക്കണം, വാട്ടർ കൊടുക്കണം. ഓക്കെ, അഡിക്വേറ്റ് ഇൻ്റർവെൽസിൽ വാട്ടർ കൊടുക്കണം, പക്ഷേ ഫുഡ് കൊടുക്കാൻ പാടില്ല. അതാണ് ആനിമൽസിൻ്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്. പിന്നെ എന്താണ് നമ്മുടെ ആനിമൽസ് 14 മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്ത ആനിമൽസ് ഉണ്ടെങ്കിൽ, അതായത് ഇൻ്റർവെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് 14 മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്ത ആനിമൽസ് ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഷീപ്പ് ഗോട്ടാണ് കേട്ടോ. പിഗ്സ് ആണെങ്കിൽ 24 hours എന്ന് പറഞ്ഞു. 14 മണിക്കൂർ ഷീപ്പും ഗോട്ടൊക്കെ ഇതായിട്ടുണ്ടെങ്കിൽ 1 hour ടൈം നമ്മൾ അവർക്ക് എന്ത് കൊടുക്കണം, റെസ്റ്റ് പീരീഡ് നമ്മൾ കൊടുക്കണം. ഓക്കെ. ഈ റെസ്റ്റ് പീരീഡ് 1 hour നമ്മളെപ്പോഴും കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്, വെഹിക്കിളിൻ്റെ കാര്യമാണ് പറഞ്ഞത്. നല്ല എന്താണ് സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ആനിമൽസിനെ കൊണ്ടുപോകാൻ പറ്റുന്നുള്ള നല്ല ഫെസിലിറ്റി ഉള്ള ഒരു വെഹിക്കിൾ ആയിരിക്കണം. ക്ലീൻഡ് ആയിരിക്കണം, ഡിസിൻഫെക്റ്റഡ് ആയിരിക്കണം. അതുപോലെ തന്നെ അഡിക്വേറ്റ് ലൈറ്റിംഗ് ആവശ്യമാണ്. ആൻറ്റി സ്ലിപ്പ് ആയിട്ടുള്ള ഫ്ലൂട്ട്സ് ആയിരിക്കണം ആ വെഹിക്കിളിനകത്ത് ആവശ്യമായിട്ട് വരിക. ഇഞ്ചുറീസ് ഒന്നും വരാൻ സാധ്യതയില്ലാത്ത അങ്ങനത്തെ ഒരു ടൈപ്പ് വെഹിക്കിളായിരിക്കണം. വുഡൺ ആണ് നമ്മളെന്താണ് ഫ്ലോർസിൽ വുഡൺ ഇത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതായിട്ട് വരിക. ഓക്കെ. പിന്നെ എന്താണ് ഫുഡിൻ്റെയും വാട്ടറിൻ്റെയും കാര്യത്തിൽ റെഗുലർ ഇൻ്റർവെൽസിൽ നമ്മൾ എപ്പോഴും അവർക്ക് എന്ത് കൊടുക്കണം, ഫുഡും വാട്ടറും കൊടുത്തിരിക്കണം. അത് ഏത് സ്പീഷീസ് ആണെന്ന് നോക്കിയിട്ട് വേണം നമ്മളത് കൊടുക്കാൻ. ഓക്കെ. പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞത് 8 hours ആണ് മാക്സിമം ഒരു ആനിമലിനെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഇതുള്ളത്. പിന്നെ അതിൽ കൂടുതൽ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ റിക്വയർമെൻറ്റ്സ് ആവശ്യമാണ്. പിന്നെ 24 hours നമുക്ക് പിഗിനും ട്രാൻസ്പോർട്ട് ചെയ്യാം, പക്ഷേ റെഗുലർ ഇൻ്റർവെൽസിൽ അവർക്ക് വാട്ടർ കൊടുത്തിരിക്കണം. പിന്നെ 14 hours ആണ് നമ്മുടെ ഷീപ്പും ഗോട്ടൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അവർക്ക് 1 hour റെസ്റ്റ് അതിനുശേഷം കൊടുത്തിരിക്കണം. പിന്നെ ഈ ട്രാൻസ്പോർട്ടൊക്കെ ചെയ്തതിന് ശേഷം ഇത്രയും കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവർക്ക് 24 hours റെസ്റ്റാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ. ഓരോ ആനിമലിനും നമ്മൾ എത്ര കൊടുക്കണം, 24 hours റെസ്റ്റ് കൊടുക്കണം. എക്സെപ്റ്റ് ആരാണ്, നമ്മുടെ പിഗിനും അതുപോലെ തന്നെ ഏതാണ് നമ്മൾ പറയുന്നത് പോൾട്രി. പിഗിനും പോൾട്രിക്കും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും നമ്മൾ എന്ത് കൊടുക്കണം, 24 hours റെസ്റ്റ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്ലോട്ടറിങ്ങിലോട്ട് പോകുന്നുള്ളത്. അപ്പോൾ ഈ ട്രാൻസ്പോർട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വീക്കായിട്ടുള്ള ആനിമൽസ് ഉണ്ടോയെന്ന്, അതായത് ലോഡ് ചെയ്യുന്നതിന് മുന്നേയും ലോഡ് ചെയ്യുന്നതിന് ശേഷവും നമ്മൾ എന്ത് ചെയ്യും, ലോഡിങ്ങിന് മുന്നേയും അതുപോലെ തന്നെ ആഫ്റ്റർ അൺലോഡിങ്ങിന് ശേഷവും നമ്മൾ എന്ത് ചെയ്യും, ഈ ആനിമൽസ് ഏതെങ്കിലും വീക്കായിട്ടുണ്ടോ അങ്ങനെ കറക്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളിത് കംപ്ലീറ്റ് ചെയ്യുള്ളൂ കേട്ടോ. നമ്മുടെ ഈ മീറ്റിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുള്ളൂ. ഇനി ഏതെങ്കിലും സിക്ക് ആനിമൽസ് ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഒന്നുകിൽ നമ്മൾ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യരുത്. ഇനി അഥവാ നമ്മൾ പോകുന്നതിൻ്റെ ഇടയിൽ, യാത്രേൻ്റെ ഇടയിലാണ് എന്തെങ്കിലും ഇഞ്ചുറീസോ കാര്യങ്ങളോ വരുന്നതെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ എന്താണ് അവർക്ക് ചിലപ്പോൾ ഡീഹൈഡ്രേഷനോ കാര്യങ്ങളോ വരുന്നതായിരിക്കും, അല്ലെങ്കിൽ റെസ്പിറേഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു വെറ്ററിനറി സ്റ്റാഫിനെ കൊണ്ടുവന്ന് അതിനെ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ വീണ്ടും ട്രാവൽ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ എന്തെങ്കിലും സ്ട്രെസ്സോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ, ഈ ട്രാൻസ്പോർട്ടിൻ്റെ സമയത്ത് എന്തെങ്കിലും സ്ട്രെസ്സോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ലോസ് ഓഫ് വെയിറ്റ് അവിടെ ഉണ്ടാവും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച്, പിഗ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഓർഗാൻസ് ആണ് കേട്ടോ. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ പിഗിൻ്റെ കേസിൽ വെയിറ്റ് ലോസ് ഉണ്ടാവും കേട്ടോ. വെയിറ്റ് ലോസും കൂടും. പിഗിൻ്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് വെയിറ്റ് ലോസും കൂടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ ആണല്ലോ. പിന്നെ എന്താണ് പറയാനുള്ളത്, മോസ്റ്റ് കേസിലും പിഗിനാണ് ഈ പ്രശ്നങ്ങൾ അധികമായിട്ടും വരുന്നുള്ളത്. ഓക്കെ. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുമല്ലോ, പോസ്റ്റ്മോർട്ടം അതായത് ആ കാർക്കാസിനെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നില്ലേ, ആ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷന് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഈ ട്രാൻസ്പോർട്ടിൻ്റെ സമയത്ത് ഈ ആനിമൽ ഡെത്ത് സംഭവിച്ചതെന്ന്. അത് കോമൺ ആയിട്ട് നമ്മുടെ പിഗിൻ്റെ കേസിലാണെങ്കിൽ അക്യൂട്ട് കാർഡിയാക് ഡൈലേഷനും അതുപോലെ തന്നെ അക്യൂട്ട് പൾമണറി ഹൈപ്പറേമിയം ഈ കേസിലാണ് നമ്മുടെ പിഗിന് അധികം ഡെത്ത് സംഭവിക്കാറുള്ളത്. ട്രാൻസ്പോർട്ടിൻ്റെ സമയത്താണ് ട്രാൻസ്പോർട്ടിൻ്റെ സമയത്താണ് കേട്ടോ ഈ പറഞ്ഞുകൊണ്ട് വരുന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ.
എന്തൊക്കെയാണ് പറഞ്ഞത്, ലോഡിങ്ങിൻ്റെയും അൺലോഡിങ്ങിൻ്റെയും സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം ഏതൊക്കെ ആനിമൽസ് സിക്കാണ്, ഏതൊക്കെ ആനിമൽസ് സിക്കല്ല എന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏറ്റവും കൂടുതൽ സിക്കാണെങ്കിൽ നമ്മളതിനെ വേണ്ടാന്ന് വെക്കണം, പ്രഗ്നൻ്റ് ആയിട്ടുള്ളതൊക്കെ ആണെങ്കിൽ. ഇനി അഥവാ സിക്കാണെങ്കിൽ നമ്മൾ പെട്ടെന്ന്, അതായത് ട്രാൻസ്പോർട്ടേഷൻ്റെ ഇടയിൽ എന്തെങ്കിലും ഇഞ്ചറിയോ കാര്യങ്ങളോ വരികയാണെങ്കിൽ നമ്മൾ വെറ്ററിനറി സ്റ്റാഫിനെയൊക്കെ വെച്ച് അതിനൊക്കെ കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം വീണ്ടും നീങ്ങുക. പിന്നെ ലോസ് ഓഫ് വെയിറ്റ് സംഭവിക്കാറുണ്ട് ഈ ട്രാൻസ്പോർട്ടേഷൻ സമയത്ത്. വല്ല സ്ട്രെസ്സും കാര്യങ്ങളും അവർക്ക് കിട്ടുകയാണെങ്കിൽ. പിഗിൻ്റെ കേസിലാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അവർക്ക് ടെമ്പറേച്ചർ കൂടിയാൽ തന്നെ, ട്രാൻസ്പോർട്ടേഷൻ സമയത്ത് ടെമ്പറേച്ചർ കൂടിയാൽ തന്നെ അവരുടെ പിഗ് വെയിറ്റിൻ്റെ ലോസും കൂടും. ഓക്കെ. പിന്നെ ഏതെങ്കിലും ആനിമൽ ഡെത്ത് ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ പിഗിൻ്റെ കേസിൽ അധികം പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ, മനുഷ്യരുടെ കേസിൽ തന്നെ നമുക്ക് മനസ്സിലാവാറില്ലേ. അപ്പോൾ അവർ പറയും എന്താണ് റീസൺ, അക്യൂട്ട് കാർഡിയാക് ഡൈലേഷനും അതുപോലെ തന്നെ അക്യൂട്ട് പൾമണറി ഹൈപ്പറീമിയാണ് കാരണമെന്ന് അവർ പറയും. അതിനർത്ഥം എന്താണ്, ഈ ട്രാൻസ്പോർട്ടിൻ്റെ സമയത്ത് അവർക്ക് സ്ട്രെസ്സ് കിട്ടിയതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചതെന്നാണ്. അപ്പോൾ നമ്മൾ തുടങ്ങിയത് ഏത് ടോപ്പിക് വെച്ചിട്ടായിരുന്നു, ട്രാൻസ്പോർട്ടും അതുപോലെ തന്നെ ഹാൻഡ്ലിംഗ് ഓഫ് മീറ്റാണ് നമ്മൾ തുടങ്ങിയത് അല്ലേ. അപ്പോൾ ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ എന്തുകൂടെ എടുക്കാൻ പോവാണ്, ആൻറ്റിമോട്ടം കൂടി എടുക്കാൻ പോവാണ്. അതായത് ഇത് രണ്ടും നമുക്ക് കമ്പൈൻ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. പോസ്റ്റ്മോർട്ടം കുറച്ചുകൂടെ ലെങ്തിയാണ് ആൻറ്റിമോട്ടത്തിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ സിലബസിനകത്ത് ആൻറ്റിമോട്ടം പോസ്റ്റ്മോർട്ടം ഒരുമിച്ചാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ ആദ്യം ആൻറ്റിമോട്ടം ചെയ്തതിന് ശേഷം അടുത്തൊരു വീഡിയോയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു വീഡിയോക്കകത്ത് തന്നെ രണ്ടെണ്ണം ചെയ്താൽ നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാനും എളുപ്പമായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട ഒരു വീഡിയോ എടുക്കുന്നില്ലേ, അപ്പോൾ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ ഒരു 2 സെക്കൻഡിൻ്റെ ടൈമല്ല ആവശ്യമുള്ളൂ, രണ്ടും വേണ്ട. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് കാണുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസൊക്കെ ഇടാനും അതുപോലെ തന്നെ സിലബസൊക്കെ നിങ്ങൾക്ക് കവർ ചെയ്ത് തരണം എന്നൊക്കെ ഒരു വിശ്വാസവും ഒരു ആഗ്രഹമൊക്കെ വരുന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളതിനകത്ത് കേസിൽ പറഞ്ഞത്. ഇനി ആൻറ്റിമോട്ടത്തിൻ്റെ കേസിലോട്ട് പോകുമ്പോൾ ഇതൊക്കെ പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് തോന്നും, എല്ലാം ജനറലാണ്, പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലാണ് ഇവിടെ വരിക. അപ്പോൾ ഈ ആൻറ്റിമോട്ടം എന്ന് വെച്ചാൽ എന്താണ്, ആൻറ്റി എന്ന് വെച്ചാൽ എന്താണ്, ബിഫോർ അല്ലേ. അതായത് നമ്മൾ സ്ലോട്ടറിങ് ചെയ്യുന്നതിന് മുന്നേ ബിഫോർ സ്ലോട്ടറിങ് ആണ് ഏതെന്ന് പറയുന്നത് ആൻറ്റിമോട്ടം വരുന്നുള്ളത്. ആഫ്റ്റർ സ്ലോട്ടറിങ് ആണെങ്കിലോ അത് പോസ്റ്റ്മോർട്ടം ആവും. ആഫ്റ്റർ സ്ലോട്ടറിങ് ആണെങ്കിൽ അത് പോസ്റ്റ്മോർട്ടം ആവും. അപ്പോൾ നമ്മുടെ ആനിമൽസിനെ ട്രാൻസ്പോർട്ട് ചെയ്തു, എന്നിട്ട് അത് സ്ലോട്ടർ ഹൗസിലോട്ട് എത്തി അല്ലേ, സ്ലോട്ടർ ഹാളിലേക്ക് എത്തി, അല്ലെങ്കിൽ നമ്മുടെ അബട്ടോയറിലേക്ക് എത്തി. അങ്ങനെ എത്തിയതിന് ശേഷം നമ്മൾ അതിനെ സ്ലോട്ടറിങ് ചെയ്യുന്നതിന് മുന്നേ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻസ്പെക്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ ആൻറ്റിമോട്ടം എന്ന് പറയുക. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യും. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇൻസ്പെക്ഷൻ ചെയ്യേണ്ടത് എപ്പോഴാണ്, ഇമ്മീഡിയറ്റ്ലി ബിഫോർ സ്ലോട്ടറിങ്. അതായത് ഇപ്പോൾ നമ്മൾ അതായത് 10 മിനിറ്റിൽ നമ്മൾ സ്ലോട്ടർ ചെയ്യുകയാണെങ്കിൽ അതിന് മുന്നേ ആയിട്ടാണ് അത് കംപ്ലീറ്റ് ചെയ്ത് തീർക്കേണ്ടത്, അല്ലാതെ അതിൻ്റെ റെസ്റ്റിംഗ് പീരീഡിലല്ല. ഓക്കെ. നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് വന്ന് നമ്മുടെ ആനിമൽസ് റെസ്റ്റ് എടുക്കുമല്ലോ, ആ കംപ്ലീറ്റ് റെസ്റ്റൊക്കെ കൊടുത്തതിന് ശേഷം എപ്പോഴാണോ സ്ലോട്ടർ ചെയ്യുന്നത് അത് തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഇൻസ്പെക്ട് ചെയ്യണം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ലാബിനകത്ത് നമ്മൾ ലേഔട്ടിനകത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു, അതിനാവശ്യമായിട്ടുള്ള എല്ലാ ലബോറട്ടറി ഫെസിലിറ്റീസും ഇതിനകത്ത് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ ഇൻസ്പെക്ട് ചെയ്യുന്നുള്ളത്, ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിസീസ് ഉണ്ടോ, അതായത് കമ്മ്യൂണിക്കബിൾ ഡിസീസസോ മറ്റോ ഇതിനുണ്ടോ, അതായത് ഒരു ആനിമലിൽ നിന്ന് മറ്റൊരു ആനിമലിലേക്ക് പകരുന്ന തരത്തിലുള്ള ഡിസീസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഐസൊലേറ്റ് ചെയ്തൊക്കെ വെക്കണ്ടേ. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഡിസീസ് നമ്മുടെ ആനിമൽസിനുണ്ടോ, എന്തെങ്കിലും സിംറ്റംസ് ഇവർ കാണിക്കുന്നുണ്ടോ, അതോ നമ്മുടെ ആനിമൽ ഓക്കെ ആണോ, ഇത്രയും കാര്യങ്ങളാണ് ആദ്യം ടെസ്റ്റ് ചെയ്യുക. ഇനി അഥവാ ഇവർക്ക് എന്തെങ്കിലും ഡിസീസ് ഉണ്ടെങ്കിൽ, ഇവരെന്തെങ്കിലും മെഡിസിൻ കൊടുത്ത് ശരിയാക്കാൻ പറ്റുന്ന ഡിസീസ് ആണെങ്കിൽ ആ മെഡിസിൻ നമ്മൾ കഴിച്ചാൽ അതിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടുമോ, അല്ല മീറ്റ് കൺസ്യൂം ചെയ്യുന്നത് നമ്മളാണ്, അപ്പോൾ ആ മീറ്റ് നമ്മൾ ഹ്യൂമൻസ് കൺസ്യൂം ചെയ്താൽ അത് നമുക്ക് കിട്ടുമോ, അതുകൊണ്ട് തന്നെ ആ മീറ്റ് എന്തായിരിക്കും, ആ മീറ്റ് നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുമോ, അതൊക്കെയാണ് രണ്ടാമത് ചെക്ക് ചെയ്യുക. പിന്നെ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആനിമൽസ് ടയേർഡാണോ, അതുപോലെ തന്നെ എന്തെങ്കിലും ഇഞ്ചുറീസ് ഒക്കെ വന്നിട്ടുണ്ടോ, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പിന്നീട് ചെക്ക് ചെയ്യുക. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആനിമൽസ് വെദർ ദേ ആർ സഫീഷ്യൻ്റ്ലി ക്ലീൻ ടു എൻ്റർ, ക്ലീൻ ആണോ, അതായത് നമ്മുടെ വളരെ വൃത്തികേടായിട്ടുള്ള ആനിമൽസൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ, അപ്പോൾ അതുപോലെയുള്ള ആനിമൽസ് ആണോ അതോ ക്ലീൻ ആയിട്ടുള്ള ആനിമൽസ് ആണോ, ഇവരെ നമ്മുടെ സ്ലോട്ടർ ഹൗസിലേക്ക് കയറ്റിയിട്ടുണ്ടെങ്കിൽ മറ്റേ ആനിമൽസിനും കൂടി കണ്ടാമിനേഷൻസ് ഉണ്ടാവുമോ, അത്തരം കാര്യങ്ങളാണ് നമ്മൾ നോക്കുക. ഇപ്പോൾ ക്ലീൻ അല്ലാത്ത മീറ്റ് ആണെങ്കിൽ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ഡിസീസ് വരാറുണ്ട്. അതായത് നമ്മുടെ ഫുഡ് മൗത്ത് അങ്ങനത്തെ ഒരു ഡിസീസിൽ എന്തായിരുന്നു, ഫുഡ് മൗത്ത് ഡിസീസോ അങ്ങനെയുള്ള ചില ഡിസീസൊക്കെ നമുക്ക് ഫുഡ് മൗത്ത് ഡിസീസ്, അതുപോലെ തന്നെ സ്വൈൻ ഫീവർ ഇതുപോലുള്ള ചില ഡിസീസ് നമ്മുടെ ഈ കഴിക്കുന്ന ഈ വൃത്തിയില്ലാത്ത മീറ്റിലൂടെ നമുക്കതിനകത്തേക്ക് വരാറുണ്ട്. ഓക്കെ.
അപ്പോൾ എന്താണ്, നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ കഴിഞ്ഞ പാടെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്യും. അതിനാണ് നമ്മൾ ആൻറ്റിമോർട്ടം എക്സാമിനേഷൻ എന്ന് പറയാം. ബിഫോർ സ്ലോട്ടറിങ് ആണ് നമ്മളത് ചെയ്യാറുള്ളത്. ആഫ്റ്റർ സ്ലോട്ടറിങ് ആണെങ്കിൽ അത് പോസ്റ്റ്മോർട്ടം ആകുന്നു. ഇൻസ്പെക്ഷനാണ് ചെയ്യുന്നുള്ളത്. സ്ലോട്ടർ ഹൗസിൽ വെച്ചിട്ട് ഇൻസ്പെക്ഷൻ ചെയ്യുന്നതിനാണ് നമ്മളിതെന്ന് പറയാം. ഇതെപ്പോഴാണ് ചെയ്യേണ്ടത്? ഇമീഡിയറ്റ്ലി ബിഫോർ സ്ലോട്ടറിങ്. ഇപ്പോഴാണ് എന്താണ്, അതായത് നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്ത പാടെ തന്നെ നമ്മൾ സ്ലോട്ടറിങ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്താണ്, പിന്നീടും കുറേ സമയം റെസ്റ്റൊക്കെ വെക്കുകയാണെങ്കിൽ അവർക്ക് വീണ്ടും കണ്ടാമിനേഷനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ ലബോറട്ടറിനകത്ത് നമ്മുടെ ലബോറട്ടറിനകത്ത് അവൈലബിൾ ആയിരിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് അവൾ ചെക്ക് ചെയ്യുന്നത്? ഒന്ന്, ഡിസീസസ് ഉണ്ടോ, അതോ നമ്മുടെ ഓർഗാനിസം ഒരു ഡിസീസും ഇല്ലാത്ത ആളാണോ, ഇനി ഡിസീസ് ഉണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കബിൾ ഡിസീസാണോ എന്നാണ് ആദ്യം നോക്കുക. ഇനി രണ്ടാമത് നോക്കുക, ഇനി ഇവർക്ക് എന്തെങ്കിലും ഡിസീസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും മെഡിസിൻസ് അവർ കൺസ്യൂം ചെയ്യുന്നുണ്ടോ. അങ്ങനെ മെഡിസിൻ കൺസ്യൂം ചെയ്ത മീറ്റ് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, നമ്മളെ ഹെൽത്തിനെ അത് എഫക്റ്റ് ചെയ്യുമോ, ആ മെഡിസിൻസ് ആ മീറ്റിനകത്ത് തന്നെ അടങ്ങിയിട്ടുണ്ടാവുമോ, അങ്ങനത്തെ കാര്യങ്ങളാണ് പിന്നെ നോക്കുക. ആനിമൽസ് ടയേർഡാണോ, ഇഞ്ചേർഡ് ആണോ, ഹെൽത്തി ആണോ, അവരെ നമുക്ക് സ്ലോട്ടർ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിൽ തന്നെയാണോ ഉള്ളതെന്നൊക്കെ നോക്കുക. പിന്നെ നോക്കുന്നത് ക്ലീൻഡ് ആണോ. നമ്മൾ ചില ആനിമൽസൊക്കെ അത്ര ക്ലീൻ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ക്ലീൻഡ് ആണോ, നമുക്കതിനെ ക്ലീൻ ചെയ്യാൻ സാധിക്കുമോ, അങ്ങനെ ക്ലീൻ ചെയ്യാതെ വന്നാൽ നമുക്ക് ഫുഡ് മൗത്ത് ഡിസീസ്, അതുപോലെ തന്നെ സ്വൈൻ ഫീവർ എന്നൊക്കെ പറയുന്നുള്ള കണ്ടീഷൻസൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഏത് ചെയ്യുന്നുള്ളത്, ഇൻസ്പെക്ഷൻ്റെ സമയത്ത് അവർ ചെയ്യുന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് അവരൊരു ഡിസിഷനിലെത്തും. അങ്ങനെ എന്തൊക്കെ എടുക്കാം? ഒന്നെങ്കിൽ അവർ പറയും നമ്മുടെ മീറ്റിന് നമുക്ക് വേണ്ട, അല്ലേ, ഒന്നെങ്കിൽ അവർ പറയും ഓക്കെ നമുക്ക് ഈ മീറ്റിന് എടുക്കാം. അങ്ങനെ പലതരത്തിലുള്ള ഡിസിഷനിലോട്ട് അവരെത്തും. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഡിസിഷനിലോട്ടാണ് അവരെത്തുന്നതെന്നാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. അപ്പോൾ ആൻറ്റിമോർട്ടത്തിൽ എന്തൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു, ഡിസീസും കാര്യങ്ങളൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി ഇവർ എന്ത് ഡിസിഷനിലോട്ടാണ് എത്തുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത്. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, സ്ലോട്ടറിങ്ങിന് കൊണ്ടുപോകാം. ഓക്കെ, ആനിമൽ ഓക്കെയാണ്, സ്ലോട്ടർ ചെയ്താൽ ഒരു കുഴപ്പമില്ല, ഓക്കെ സെറ്റാണ്. അപ്പോൾ അത് നമ്മൾ സ്ലോട്ടറിങ്ങിലോട്ട് വിടുന്നു. ഇനി ചില ഓർഗാനിസംസ് എന്താണ്, നമ്മൾ വേണ്ടാന്ന് വെക്കും. നമ്മൾ പറഞ്ഞില്ലേ കണ്ടംഡ് മീറ്റ് റൂം, ഓർമ്മയുണ്ടല്ലോ? കണ്ടംഡ് മീറ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന്, അതായത് നമുക്ക് വേണ്ട, ഈ ആനിമൽ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ടംഡ് മീറ്റാണ്. അങ്ങനത്തെ ഒരു റൂമിലോട്ട് നമ്മളതിനെ മാറ്റും. കണ്ടംഡ് മീറ്റാണ്, അതായത് ഒന്നുകിൽ ഇത് ഡെഡായിരിക്കും, ആനിമൽ ഡെഡായിരിക്കും, അല്ലെങ്കിൽ മോറിബണ്ട് എന്ന് പറയും. എന്താണ് മോറിബണ്ട്? ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ചാവാറായി, അത്ര ദിവസത്തിലേക്ക് എത്തി, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, മോറിബണ്ട് എന്ന് പറയാം. പിന്നെ ഡേർട്ടി, അത്രക്കും എന്താണ്, എക്സസീവ്ലി ഡേർട്ടി ആയിട്ടുള്ള ആനിമൽസ്, അതായത് അവർക്ക് പലതരത്തിലുള്ള ഡിസീസും കാര്യങ്ങളൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു ആനിമൽസ്, അതൊക്കെ നമുക്ക് ഹ്യൂമൻ കൺസംഷന് അൺഫിറ്റാണ്. അതിനൊക്കെ നമ്മൾ വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ഒന്ന് ഓക്കെ ആയിട്ട് വിട്ടു, ഒന്ന് നമ്മൾ വേണ്ടാന്ന് വെച്ചു. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ലോട്ടർ ചെയ്യാം. സ്ലോട്ടർ ചെയ്തിട്ട് എന്ത് വേണം, ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പോസ്റ്റ്മോർട്ടത്തിൽ നോക്കാം. ഓക്കെ, പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് വേണ്ടയോ നോക്കാം. അതാണ് മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നുള്ളത്. എന്താണ്, സ്ലോട്ടറിങ് ചെയ്യാം, എന്നിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം എന്നാണ് ഒന്ന്. പിന്നെ ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കണം. എന്താണ്, സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കണം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഡേർട്ടി, അതുപോലെ തന്നെ പല ഡിസീസൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ നമ്മളൊന്ന് സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കണം. ഇപ്പോൾ തൽക്കാലം സെഗ്രിഗേറ്റ് ചെയ്ത് വെക്ക്, എന്നിട്ട് നമുക്ക് പിന്നെ നോക്കാം. പിന്നെ ഒന്നിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ലോട്ടറിങ് എന്ന് പറയുന്നത് ഡിലേ ചെയ്യും. അതായത് ചിലപ്പോൾ കുറച്ച് എന്താണ് ഡയേർഡായിട്ടുള്ള ഓർഗാനിസംസ് ഒക്കെ ആയിരിക്കും, അവർക്കൊന്ന് ഫുഡും വാട്ടറും ഒക്കെ കൊടുത്ത് അവരൊന്ന് സെറ്റായി വന്നതിന് ശേഷം സ്ലോട്ടർ ചെയ്യാം. അങ്ങനെ തീരുമാനിക്കുന്നതുണ്ട്. അപ്പോൾ 5 തരത്തിലുള്ള തീരുമാനങ്ങളാണ് വരിക. ഒന്ന് ഏതായിരുന്നു? ഒന്ന് നമ്മളെന്താ പറഞ്ഞത്, ഫസ്റ്റ് തന്നെ പറയുകയാണ് ഓക്കെയാണ്, ഈ ആനിമൽ നല്ല ഹെൽത്തിയാണ്, നല്ല ക്ലീനാണ്, ഒരു പ്രശ്നവും നമുക്കില്ല, അപ്പം തന്നെ സ്ലോട്ടർ ചെയ്തോളൂ, അങ്ങനെ പറഞ്ഞു വിടുന്നതുണ്ട്. പിന്നെ നമുക്ക് വേണ്ട, ഈ മീറ്റ് കാണുമ്പോൾ തന്നെ വേണ്ട, അല്ലെങ്കിൽ എന്താണ് അവർ ഡൈഡാണ്, അല്ലെങ്കിൽ ചാവാറായ അവസ്ഥയിലാണുള്ളത്, നമുക്കിതിനൊരിക്കലും സ്ലോട്ടർ ചെയ്യാൻ പറ്റില്ല, അതിനെ നമ്മൾ വേറെ വിട്ടു. മൂന്നാമത്തെ ഡിസിഷൻ എന്തായിരുന്നു? നമുക്ക് സ്ലോട്ടറിങ് ചെയ്യാം, എന്നിട്ട് വീണ്ടും നമുക്ക് ഒരു പോസ്റ്റ്മോർട്ടത്തിൽ കൂടി ആ ഡിസിഷനിലോട്ട് വരാം. അതായിരുന്നു മൂന്നാമത്തത്. നാലാമത്തെ എന്താണ്? ഇവർ കുറച്ച് ഡേർട്ടിയാണ്, അല്ലെങ്കിൽ ഇവർക്ക് എന്തോ ഒരു ഡിസീസ് ഉണ്ട്, നമുക്ക് തൽക്കാലം ഐസൊലേറ്റ് ചെയ്ത് വെക്കാം, അതാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിലേ ചെയ്യാണ്, സ്ലോട്ടറിങ് ചെയ്യാം, പക്ഷെ അത് കുറച്ച് കഴിഞ്ഞിട്ട്, അതായത് നമ്മുടെ ആനിമൽസ് കുറച്ച് ടയേർഡാണ്, അവരൊന്ന് ഫുഡും വാട്ടറൊക്കെ കൊടുത്ത് അവരൊന്ന് ഓക്കെ ആയി വന്നതിന് ശേഷം, ആക്റ്റീവ് ആയതിനു ശേഷം, അവരുടെ സ്ട്രെസ്സൊക്കെ മാറി അവർ നല്ല വെയിറ്റൊക്കെ വീണ്ടും ഗെയിൻ ചെയ്ത് അങ്ങനത്തെ ഒരു കണ്ടീഷനിലേക്ക് തിരിച്ചു വരില്ലേ, ആ തിരിച്ചു വന്നതിന് ശേഷം സ്ലോട്ടർ ചെയ്യാം. അതാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ ലാസ്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ 5 തരത്തിലുള്ള ഡിസിഷനിലോട്ടേക്കാണ് ഈ ആൻറ്റിമോർട്ടം ചെയ്തതിന് ശേഷം നമ്മൾ എത്താറുള്ളത്. പിന്നെ ഇനി എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം? പ്രാക്ടിക്കൽ ആൻറ്റിമോർട്ടം പ്രൊസീജിയർ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഡിസിഷൻ എന്തൊക്കെയാണ്, കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കി. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആനിമൽ റെസ്റ്റിലുണ്ടാകുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം, അതുപോലെ തന്നെ ആനിമൽ മോഷനിലുണ്ടാകുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം.
റെസ്റ്റിലുണ്ടാകുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം, മോഷനിലുണ്ടാകുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം, പിന്നെ 2 സൈഡിൽ നിന്നും നമ്മളതിനെ ചെക്ക് ചെയ്യണം. ബോത്ത് സൈഡ്സ്. ഒരു സൈഡ് മാത്രം നോക്കിയിട്ട് ഈ ആനിമൽ ഓക്കെ ആണെന്ന് പറയുമോ? ഒരിക്കലും പറയില്ല അല്ലേ. എങ്കിലും നമുക്ക് പഠിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പഠിക്കണം. 2 സൈഡ്സിലും നമ്മളത് നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ. പിന്നെ എന്താണ്, ഇവരെ റെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. സ്ലോട്ടറിങ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് വേണം നമ്മളിതിനെ നോക്കാനായിട്ട് വരാറുള്ളത്. പിന്നെ ഇത് ഏത് സ്പീഷീസാണ് അതൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഡിസിഷനിലോട്ട് എത്താൻ പാടുള്ളൂ കേട്ടോ. സ്പീഷീസ് ഏതാണ്, ഏജ് എന്താണ്, അതിൻ്റെ കളർ എന്താണ്, കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. ഇതൊക്കെ റെക്കോർഡ് ചെയ്യണം. നമ്മൾ എന്തൊക്കെ നോക്കുന്നുണ്ടോ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് റെക്കോർഡ് ചെയ്യണം. പിന്നെ ഇവർ ടയേർഡ് ആണോ നോക്കും, പിന്നെ അവർ എക്സൈറ്റഡ് ആണോ, അതുപോലെ തന്നെ അവരുടെ ന്യൂട്രീഷണൽ ലെവൽ എന്താണ്, അവർ ക്ലെൻലിനെസ് ആണോ, ന്യൂട്രീഷൻ ലെവൽ എത്രയാണ്, എന്തെങ്കിലും ഡിസീസ് കാര്യങ്ങളുണ്ടോ, ഇതൊക്കെ നോക്കണം. പിന്നെ എന്താണ്, ഏതെങ്കിലും ഓർഗാനിസത്തിന് എന്തെങ്കിലും അസുഖങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ സെഗ്രിഗേറ്റ് ചെയ്യണം. ഓക്കെ, സെഗ്രിഗേറ്റ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഇഞ്ചുറീസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഫ്രാക്ചേഴ്സ്, ഇഞ്ചുറീസ്, ഇതൊക്കെ നമുക്ക് എന്താണ് നമ്മുടെ ഇഞ്ചുറീസ്, ഫ്രാക്ചേഴ്സ്, ഇതൊക്കെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്ത് നടക്കുന്നതാണെങ്കിൽ ഇവരെ നമ്മൾ എന്ത് ചെയ്യും, ചെറിയ ചെറിയ ഇഞ്ചുറീസ് അല്ലേ, നമുക്ക് സ്ലോട്ടറിങ് ചെയ്തതിന് ശേഷം പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കാമെന്ന് തീരുമാനിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് പിന്നെ ഒരു കാര്യം എന്ന് പറയാനില്ല, എന്തെങ്കിലും ഡിസ്റ്റർബൻസ്, അതായത് നമ്മൾ അതിൻ്റെ ബോഡി ടെമ്പറേച്ചർ നോക്കൂ കേട്ടോ. ബോഡി ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു സിംറ്റമാണ്. എന്തെങ്കിലും ഡിസീസിൻ്റെ സിംറ്റം ആയിരിക്കും എന്ന് പറയുന്നത് ഈ ബോഡി ടെമ്പറേച്ചർ എലവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇതൊക്കെ നമ്മളിതെപ്പോഴും റെക്കോർഡ് ചെയ്ത് വെക്കണം. എപ്പോഴും ഇത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. എന്തായത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ചെയ്തതിന് ശേഷം പോസ്റ്റ്മോർട്ടം ചെയ്യില്ലേ, ആ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഇതും വെച്ച് കമ്പയർ ചെയ്തിട്ടായിരിക്കും അവർ ഫൈനൽ ഡെസിഷനിലോട്ട് എത്തുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എപ്പോഴും പോസ്റ്റ്മോർട്ടം ഫൈൻഡിങ്സിന് വേണ്ടി ആൻറ്റിമോർട്ടം ഇൻസ്പെക്ഷൻ്റെ റിസൾട്ട് കൂടി നമ്മളവിടെ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. പിന്നെ ഒരുപാട് ആനിമൽസ് ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ഏതിൻ്റെയൊക്കെയാണ് നമ്മൾ ആൻറ്റിമോർട്ടം കഴിഞ്ഞതെന്ന് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് അവിടെ കൊടുക്കുക. എന്തെങ്കിലും ഒരു ഫ്ലാഗോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാർഡോ മറ്റോ നമ്മുടെ ആനിമൽസിന് കൊടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ലല്ലോ ഏത് ആനിമൽസാണ് ഇൻസ്പെക്ഷൻ കഴിഞ്ഞത്, ഏതാണ് കഴിയാത്തതെന്ന്. ഇതൊക്കെ കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയാണ് ആൻറ്റിമോർട്ടത്തിൻ്റെ കേസിൽ പറയാനുള്ളത്. ഏതെങ്കിലും പോയിന്റ് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിലോ ഏതെങ്കിലും ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴാറ്റം മറ്റും. അപ്പോൾ എന്താ പറഞ്ഞാൽ, റെസ്റ്റിലുണ്ടാകുമ്പോഴും നോക്കണം, മോഷനിലുണ്ടാകുമ്പോഴും നോക്കണം അല്ലേ. ഒന്ന് മാറിപ്പോകാൻ പാടില്ല. 2 കേസിൽ നമ്മൾ നോക്കിയിരിക്കണം. എന്നാലേ നമുക്കത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. എന്നാലേ ടയേർഡ് ആണോ ഇഞ്ചേർഡ് ആണോ എന്നൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് ഐഡിയ കിട്ടുള്ളൂ. 2 സൈഡിൽ നോക്കണം. പിന്നെ റെസ്റ്റൊക്കെ കൊടുത്തതിന് ശേഷം സ്ലോട്ടറിങ്ങിന് തൊട്ട് മുന്നേ ആയിട്ട് വേണം നമ്മളിത് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏത് സ്പീഷീസാണ്, അതിൻ്റെ ഏജ് എന്താണ്, അതിൻ്റെ കളർ എന്താണ്, അതിൻ്റെ ക്ലാസ് ഏതാണ്, അങ്ങനെ പലതരത്തിലുള്ള ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. എന്തൊക്കെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ടോ അതൊക്കെ റെക്കോർഡ് ചെയ്യണം. ഇവർ ടയേർഡ് ആണോ, എക്സൈറ്റഡ് ആണോ, അതിൻ്റെ ന്യൂട്രീഷണൽ ലെവൽ എത്രയാണ്, ക്ലീൻ ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ വേറെ ഏതെങ്കിലും സെഗ്രിഗേഷൻ നമുക്ക് ആവശ്യമാണോ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. എന്നാൽ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇഞ്ചുറീസും ഫ്രാക്ചേഴ്സൊക്കെ വരുന്നതിന് നമ്മൾ എന്താ ചെയ്യുക, സ്ലോട്ടറിങ്ങിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിലൂടെ തീരുമാനിക്കാമെന്ന് വിചാരിക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ബോഡി ടെമ്പറേച്ചർ. അപ്പോൾ ആ ബോഡി ടെമ്പറേച്ചർ എന്തായാലും നമ്മൾ അനലൈസ് ചെയ്തിരിക്കണം. പിന്നെ ഓരോന്നും നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പോസ്റ്റ്മോർട്ടത്തിന് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഏതിൻ്റെയൊക്കെ ആൻറ്റിമോർട്ടം ചെയ്തു അതിനൊക്കെ എന്തെങ്കിലും ഒരു മാർക്ക് നമ്മൾ കൊടുക്കണം. എന്താ മാത്രമേ നമുക്ക് ഏതൊക്കെയാണ് ചെയ്തത് ഏതൊക്കെയാണ് ചെയ്യാത്തതെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ കൂടി ചെയ്യാം കേട്ടോ. പോസ്റ്റ്മോർട്ടം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആവും. പിന്നെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തായാലും ഏതാ പഠിക്കുന്നത്, പോസ്റ്റ്മോർട്ടമാണ്. ഓക്കെ. സോ ഇഷ്ടപ്പെട്ടാൽ വീണ്ടും പറയാണ്, ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സോ താങ്ക് യു.